വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിന്റെ തുടർച്ചയായി ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവാലോചനകൾ പങ്കുവച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ താൽപര്യപ്പെടുന്നു. നമുക്കതിന് ആധാരമായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങളും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങളും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കുക. ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി മതി. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയായിരിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഈ വചനത്തിന് മുൻപിൽ എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കട്ടെ. കഴിഞ്ഞ 4 രാത്രികൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ടിടയായി. ഈ 5-ാമത്തെ രാത്രി നാം ദൈവവചനത്തിന്റെ മുൻപിലിരിക്കുകയാണ്. കേവലം നിർജ്ജീവമായ ഒരു ബൈബിൾ ക്ലാസ് ആയിട്ടല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന തന്റെ ജനത്തോട് ഈ വചനത്തിലൂടെ സംസാരിക്കേണ്ടതിന് ശക്തമായി നമുക്ക് അല്പമിനിറ്റുകൾ പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും നാം പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ കുറവശങ്ങളെ കണ്ട് ഉണരുവാൻ ഈ വചനധ്യാനം മുഖാന്തരമാകുന്നില്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരു വിടുതലും പ്രാപിപ്പാൻ കഴിയുകയില്ല. ഫിസിക്സ് പഠിക്കുന്നത് പോലെ, കെമിസ്ട്രി പഠിക്കുന്നത് പോലെ, സയൻസ് പഠിക്കുന്നത് പോലെ കേവലം ഒരു ബൗദ്ധിക പഠനമല്ല ഇന്ന് രാത്രി നടക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ജീവിതത്തെ ഉടച്ചു വാർക്കുന്ന ഒരു പഠനം, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മെ ഉടച്ചെടുക്കുന്ന ഒരു പഠനം ഈ വചനത്തിന്റെ മുൻപിൽ നടക്കേണ്ടതിന് ദൈവമക്കൾ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. നാളുകളായി പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കണ്ടുണർന്ന് അവയുടെ മേൽ പ്രതിഷ്ഠയുടെ കൽക്കൂമ്പാരം കൂട്ടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങളെ കർത്താവ് തീർക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ദൈവദാസൻ ഒരു പ്രത്യേക ദർശനം പ്രാർത്ഥനാ സമയത്ത് കാണുകയാണ്. കാണുന്ന ദർശനം താൻ ചില പ്രത്യേക വിഷയങ്ങൾക്ക് നടുവിൽ, കുടുംബത്തിന്റെ ചില പ്രത്യേക പ്രതിസന്ധികൾക്ക് നടുവിൽ വിടുതലിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിടുതലിന്റെ പ്രാർത്ഥന ഉയരുന്ന ചില ഉപവാസങ്ങളുടെയും പ്രാർത്ഥനാ ജാഗരണങ്ങളുടെയും നടുവിലാണ് താൻ ഈ ദർശനം കാണുന്നത്. ഒരു മരക്കുറ്റിയോട് ചേർത്ത് 2 കൈകളും ബന്ധിച്ച് തലയിൽ മുൾമുടി അണിഞ്ഞവനായ ക്രിസ്തുവിനെ ചാട്ടവാർ കൊണ്ട് പുറം അടിച്ച് തകർക്കുന്നു. ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അതിഭയങ്കരമായ അടി ഏൽപ്പിക്കുന്ന സമയം ഓരോ അടിയിലും മാംസം തെറിച്ചു മാറുമ്പോൾ അടിക്കുന്നയാളിനെ താൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നല്ല, തന്നെ അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അടിക്കുന്നയാൾ മറ്റാരുമായിരുന്നില്ല, താൻ തന്നെയായിരുന്നു. താൻ ആ ദർശനത്തിന് മുൻപിൽ തകരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് നീ നടന്നു വന്നതിന് ശേഷം പലപ്പോഴും നിന്റെ സ്വകാര്യ പാപങ്ങളാൽ എന്നെ വേദനിപ്പിച്ചു. അതാണ് നിന്റെ ബന്ധനത്തിന്റെ അടിസ്ഥാന കാരണം. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപിലിരിക്കുന്ന നമുക്ക് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള സമീപനങ്ങളിലേക്ക്, നമ്മുടെ സഭാതലത്തിലേക്ക്, കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച ആ ഭാഗങ്ങളിലേക്കെല്ലാം നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് തിരിഞ്ഞു നോക്കാം.
എല്ലാ കണ്ണുകളും അടയട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ക്ഷിപ്രകോപത്തോടെ പ്രതികരിച്ച രംഗങ്ങൾ, പൊട്ടിത്തെറിയോടെ കുടുംബജീവിതത്തിൽ പ്രതികരിച്ച സന്ദർഭങ്ങൾ, ശാപവാക്കുകൾ വിളിച്ചു പറഞ്ഞ രംഗങ്ങൾ, ദൈവങ്ങൾക്ക് നൽകിയ നേതൃസ്ഥാനത്തെ, അധികാര സ്ഥാനത്തെ നിഷേധിച്ച രംഗങ്ങൾ, മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രവൃത്തിയാൽ കണ്ണുനീർ വരുത്തിയ രംഗങ്ങൾ, അതൊക്കെ ഇന്ന് രാത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചില പ്രതിഷ്ഠകൾ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന രാത്രിയായി രാത്രി തീരേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. ശബ്ദമുയർത്തി ആത്മനിറവിൽ പ്രാർത്ഥനയുടെ ഒരു പോരാട്ടം നടക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ആത്മസ്നാനം പ്രാപിച്ചുകൊണ്ട് പറയട്ടെ, നിങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് അടങ്ങിയിരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒരു ആത്മീയ യുദ്ധം നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് സംഘടനകൾക്കെതിരെയല്ല, ഇത് മതത്തിനെതിരെയല്ല, ഇത് അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ പിശാചിന്റെ കോട്ടകൾക്ക് നേരെയാണ് പടപൊരുതുന്നത്. അനേക കുടുംബങ്ങളെ നാളുകളായി വാണുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളുടെ മേൽ ആത്മനിറവ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ജയമെടുക്കുന്ന ദിവസങ്ങളാണ്. പ്രാർത്ഥനയുടെ പോരാട്ടം ഉയർത്തിക്കൊണ്ട് ആത്മാവിൽ യുദ്ധം ചെയ്യട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടവരെ, കേവലം ഒരു വചന പഠനത്തെക്കാൾ, ബുദ്ധിപരമായി വചനം തൊടുന്നതിനേക്കാൾ ആഴത്തിൽ ദൈവത്തിന്റെ വചനം വ്യക്തികളെ ഉടച്ചുവാർക്കുന്ന രാത്രിയാക്കി അഞ്ചാമത്തെ രാത്രിയെ കർത്താവ് തീർക്കണമേ. ദൈവാത്മാവത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളത് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. അതുകൊണ്ട് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ വിധിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് അതിന്റെ കുറവശങ്ങളെ കണ്ട് ഉണർന്ന് സ്വകാര്യ ജീവിതത്തിന്റെ കുറവുകളുടെ മേൽ വിധിയെടുക്കുന്ന ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് തീർക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ ബുദ്ധിപരമായി മാത്രം അത് വിലയിരുത്തിയിട്ട് നിങ്ങൾ കടന്നു പോകരുത്. ഈ വചനത്തിന്റെ മുൻപിൽ നിങ്ങളെ തന്നെ വിധിച്ച് ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ മേൽ സ്വയം വിടുതലെടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കർത്താവേ, എന്റെ ജീവിതമാകുന്ന ഭവനത്തിന്റെ ഉള്ളിലെ സകലവിധ ചിലന്തി വലകളെയും തുടച്ചു കളഞ്ഞ് അവിടുന്ന് എന്നെ നന്നാക്കണമേ എന്ന്. ആ സമയം കേട്ടുകൊണ്ടിരുന്ന അടുത്തൊരു സുഹൃത്ത് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത്: കർത്താവേ, ചിലന്തി വല മാത്രം തുടച്ചു കളഞ്ഞാൽ പോരാ, ആ ചിലന്തിയെ കൊല്ലണമേ എന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവത്തിന് സ്തോത്രം, കാഞ്ഞിരത്തിന്റെ കായ എല്ലാ വർഷവും തല്ലിപ്പറിച്ച് കളയുന്നതല്ല വിടുതൽ. കാഞ്ഞിരത്തിന്റെ മരത്തിന്റെ ചുവട്ടിൽ കോടാലി വെക്കുന്നതാണ് വിടുതൽ. വിഷയത്തിന്റെ പുറകിലെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിന്മേൽ വിടുതലെടുക്കാൻ സ്വഭാവത്തിന്മേൽ പരിവർത്തനം വരുന്നെങ്കിൽ അതാണ് ഭാഗ്യം. ആ നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ വാർക്കേണ്ടതിനായി, നമ്മെ ഉടച്ചു വാർക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നാം ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ബാക്കി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സർവജ്ഞാനിയായ മഹാദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ച് ഞാൻ ജനിക്കുന്നതിന് മുൻപേ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ഇരമ്യാവിനോട് ദൈവാത്മാവ് പറഞ്ഞു: ഇരമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ദൈവത്തിന്റെ കണ്ണ് എന്നെ കണ്ട ഡേറ്റ് ദൈവത്തിന്റെ ആത്മാവ് കുറിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ. എന്നാൽ ഇരമ്യാ പ്രവചനത്തിൽ ഇരമ്യാവിനോട് പറയുമ്പോൾ പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുൻപേ കണ്ടു എന്ന് ഇരമ്യാ പ്രവാചകനോട് ദൈവാത്മാവ് പറയുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പുറകേക്ക് പോവുകയാണ്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്
ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരിഹിതത്തിന്റെ പ്രസാദപ്രകാരം തന്റെ പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ നിത്യതയുടെ ദത്തുപുത്രനായി തന്റെ പുത്രന്റെ രക്തത്തിലൂടെ എന്നെ കണ്ടതല്ല, എന്നെ അറിഞ്ഞതല്ല, എന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ പലതിനെ തള്ളിയിട്ട് ഒന്നിനെ സെലക്ട് ചെയ്യുന്നതാണ് തിരഞ്ഞെടുപ്പെങ്കിൽ എന്റെ ചാർച്ചയിലും രക്തബന്ധത്തിലും എന്റെ കുടുംബത്തിലും തറവാടിലും പെട്ട നിരവധി ആളുകൾ ഈ കൃപയ്ക്ക് യോഗ്യരാണെങ്കിലും അവരെയൊക്കെ തള്ളിയിട്ട് നിത്യതയുടെ ദത്തുപുത്രനായി എന്നെ മാത്രം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഓർക്കുമ്പോൾ അതിന്റെ പുറകിൽ ചലിച്ച ദൈവത്തിന്റെ കരം കണ്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്താണ് പുറകോട്ട് നോക്കുമ്പോൾ കാണുന്നത്? ദൈവത്തിന്റെ അനാദി നിർണയമാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ വിഷയത്തിൽ വിവിധ ഭാഗങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോവുകയുണ്ടായി. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരോടാൻ അവസരമുണ്ടാകരുത്. ശാന്തമായ വചനം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മുൻനിർണയം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഹൈന്ദവ മതത്തിലെ വിധി പോലെ നമ്മുടെ മേൽ വരുത്തുന്ന തലേവരെയല്ല. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ എഴുതി വയ്ക്കുന്ന ചില വിധിരേഖകളുടെ വെളിച്ചത്തിൽ ഇത്രാമത്തെ വയസ്സിൽ ഇത്രാമത്തെ ദിവസം ഇത്രാമത്തെ വർഷം എന്ന് പറയുന്ന ഒരു വിധിരേഖയല്ല പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവം ചെയ്തിരിക്കുന്ന മുൻനിർണയം. പിന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുറകിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സർവജ്ഞാനമാണ് കാണേണ്ടത്. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ സർവജ്ഞാനം മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അർത്ഥാൽ നമുക്കതിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ആരൊക്കെ നിത്യതയിൽ സ്വർഗത്തിന്റെ തങ്കത്തളങ്ങളിൽ പുനരുത്ഥാന പുത്രന്മാരായി എത്തിച്ചേരുമെന്ന് സർവശക്തനായ ദൈവത്തിന് നന്നായിട്ടറിയാം. ആരൊക്കെ നിത്യ നരകത്തിൽ അഗ്നിപ്പൊയ്കയിൽ ഗന്ധകം കത്തുന്ന തീയിൽ എത്തിച്ചേരുമെന്നും ദൈവത്തിന് നന്നായിട്ടറിയാം. അങ്ങനെ ഒരുപറ്റം ആളുകളെ നരകത്തിൽ എത്താൻ വേണ്ടി ദൈവം മുൻ നിർണയിച്ചിരിക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ വിധിക്കാൻ പറ്റില്ല. പിന്നെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവമനുഷ്യനോട് കൽപ്പിച്ചുകൊണ്ട് രക്ഷ സാർവത്രികമാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുക്കാനും നിഷേധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നു. എന്നാൽ ആർ തിരഞ്ഞെടുക്കും ആർ നിഷേധിക്കും എന്ന് ദൈവമായതുകൊണ്ട് തന്റെ സർവജ്ഞാനത്തിൽ അറിയാം. അങ്ങനെ ഇന്നയാൾ ഇന്നിടത്തെത്തണം എന്ന് ദൈവം മുൻ നിർണയിച്ചിരിക്കുകയല്ല, ഇന്നയാൾ ഇന്നയിടത്തെത്തും എന്ന് ദൈവം മുന്നറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ന് രാത്രി ഇരുന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നീ നിത്യതയിലെത്തുന്ന കാര്യം നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പൊട്ടായി രൂപപ്പെടുന്നതിന് മുൻപ് ഒരു മൈക്രോസ്കോപ്പിന് മാത്രം കാണാൻ കഴിയുന്ന നിലയിൽ അമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നീ പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നീ നിത്യതയിൽ ഏത് സീറ്റിൽ എത്തുമെന്ന് തന്റെ സർവജ്ഞാനത്തിൽ അറിഞ്ഞ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ ലോകത്തിൽ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു പാതാള വ്യാപാരങ്ങൾക്കും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ വാക്യം ഒരിക്കൽ കൂടെ പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത്തും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ പറയാം, സാഹചര്യങ്ങളെ അതിൽ തന്നെ തിന്മയായിട്ടേ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയൂ. കാരാഗ്രഹത്തെ ജോസഫ് അതിൽ തന്നെ തിന്മയായിട്ടേ കാണൂ. പൊട്ടക്കുഴിയെ ജോസഫ് അതിൽ തന്നെ തിന്മയായിട്ടേ കാണൂ. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യജമാനത്തി ഉന്നയിച്ച ദുരാരോപണത്തിലെ കൊടും ചതിവ് ജോസഫ് അതിൽ തന്നെ തിന്മയായിട്ടേ കാണൂ. എന്നാൽ കാരാഗ്രഹവും പൊട്ടക്കുഴിയും കൊടുംചതിവും എല്ലാം കൂടെ കൂട്ടി വെച്ച് അവസാനത്തെ അധ്യായത്തിൽ സിംഹാസനത്തിലേക്കുള്ള ചവിട്ടുപടിയായി വ്യാപരിപ്പിച്ച ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിന്റെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കഷ്ടത അതിൽ തന്നെ തിന്മയാണെങ്കിലും ദൈവത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലെ വ്യാപരിപ്പിക്കൽ പ്രക്രിയയിലൂടെ അത് നിന്റെ സിംഹാസനത്തിലേക്ക്, നിന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ നീ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്നത്തെ ശോധനയുടെ പുറകിൽ അവന്റെ കരം ഒരു തിരക്കഥ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇനിയും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന്റെ അനാദി നിർണയം നമ്മുടെ മേലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ മതിയോ? പോരാ.
നമ്മുടെ പ്രവർത്തികളുടെ പരിണിത ഫലം നാം അനുഭവിക്കേണ്ട രംഗമുണ്ടാകുകയില്ലേ? അതെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അവഗണിക്കാനും പരിഗണിക്കുവാനും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ദൃശ്യ വസ്തുവായ കർത്താവിന്റെ മേശ, അതിൽ ബ്രെഡുണ്ട്, മുന്തിരിച്ചാറുണ്ട്. ഈ മുന്തിരിച്ചാറും ബ്രെഡും ദൃശ്യവസ്തുവാണ്, കാണാവുന്ന വസ്തുക്കളാണ്. പഴയ നിയമത്തിലെ ദേവപ്രതിമകളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിച്ചു എന്ന് നാം തിരുവെഴുത്തിൽ കാണുന്നു. ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചൊരു സ്ത്രീ കുടിക്കുന്ന ചാരവെള്ളത്തിന്റെ മിശ്രിതത്തിന്റെ പുറകിൽ അവിശ്വസ്തയെങ്കിൽ അവളുടെ ഉദരം വീർത്ത് നിതംബം ക്ഷയിച്ച് അവൾ ബലഹീനയായി പ്രാക്കായി മരിക്കുന്ന രംഗം ആ ചാരവെള്ളത്തിന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. സുഗന്ധലവംഗവും വഴനത്തൊലിയും ഒലിവെണ്ണയും ചേർത്തുണ്ടാക്കിയ തൈലം ഒരു പുരോഹിതന്റെ, ഒരു പ്രവാചകന്റെ, ഒരു രാജാവിന്റെ ശിരസിന്മേൽ അഭിഷേകത്തിനായി ഒഴിക്കുമ്പോൾ അവന്റെ മേൽ ഈ ദൃശ്യവസ്തുവിന്റെ പുറകിൽ അദൃശ്യശക്തി വ്യാപരിക്കുന്നതായി കാണുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന വസ്തുക്കളുടെ പുറകിൽ അദൃശ്യശക്തി വ്യാപരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധി കൂടാതെ ഒരാൾ കർത്തൃമേശയിൽ കൈനീട്ടിയാൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ ശിക്ഷാവിധിയുടെ ശക്തി ആ മേശയുടെ പുറകിൽ കാത്തു നിൽക്കുന്നു. അപ്പോൾ തന്നെ വിശുദ്ധിയോടെ ഒരാൾ കർത്തൃമേശയിൽ കൈനീട്ടിയാൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് വരാൻ അനുഗ്രഹത്തിന്റെ ശക്തിയും ഒരു സഭാരാധനയ്ക്കകത്ത് കാത്തു നിൽക്കുന്നു. അപ്പൊ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഒരു സഭയ്ക്കകത്ത്, ഒരു കൂടിവരവിനകത്ത് രണ്ടുവിധ ശക്തികൾ വ്യാപരിക്കുന്നു. ഒന്നാമത്തെ ശക്തി ശിക്ഷാവിധിയുടെ ശക്തി, മറ്റൊരു ശക്തി അനുഗ്രഹത്തിന്റെ ശക്തി. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ആബാധചൂടം ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തിവിശേഷങ്ങൾ സഭാമണ്ഡലത്തിനകത്ത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി. ഞാനീ പറയുന്നത് ആത്മലോകം ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശാപം മുറിക്കലല്ല. ആത്മലോകം ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശാപം മുറിക്കൽ എന്ന പ്രക്രിയ 20-ാം നൂറ്റാണ്ടിലെ സായിപ്പന്മാരുടെ ട്രിക്കിൽ നിന്ന് കിട്ടിയതാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് ഒരു വ്യക്തിക്ക് പാപത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ ശിക്ഷയുടെ ബന്ധനത്തെ അഴിക്കാൻ അവകാശമില്ല. ആ വ്യക്തിയുടെ പാപം ആ വ്യക്തി കണ്ടെത്തിയിട്ട് ശുദ്ധീകരണത്തിനായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നത് വരെ അത് ആ കുടുംബത്തിന്മേലും ആ വ്യക്തിയുടെ മേലും തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നമ്മുടെ പിൻപിൽ വ്യാപരിച്ച ശാപത്തിന്റെ ശക്തികളുണ്ട്. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ കടന്നു വരുന്ന ഒരു ദൈവപൈതലിന്റെ മേൽ മുൻകാല പ്രാബല്യത്തോടെ സകല ശാപത്തിന്റെ കെട്ടുകളും അഴിച്ചു മാറ്റാൻ ദൈവശക്തി ഇന്നും വ്യാപരിക്കുന്നു. അതിനുവേണ്ടി ബ്രീഫ് കേസിൽ ഉണർവുമായി ഒരു കർത്തൃദാസന്റെ സാന്നിധ്യം സഭായോഗത്തിന് ആവശ്യമില്ല. കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഏത് വലിയ ഇരുട്ടിന്റെ പാതാള വ്യാപാരങ്ങൾ, പരമ്പരാഗതമായി ഒരുക്കിവെച്ച ശാപത്തിന്റെ കടുംകെട്ടുകളും ക്രൂശിലെ രക്തത്താൽ അഴിഞ്ഞു മാറും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം പറയുന്നു, ശാപത്തിന്റെ ശക്തിയെ മുറിക്കാൻ ക്രൂശിലെ രക്തത്തിനാണ് കഴിയുന്നത്. അതെന്റെ പ്രസംഗത്തിലല്ല കഴിയുന്നത്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടിയ രക്തം ഇന്ന് രാത്രിയും വ്യാപരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായി നാം ഏറ്റെടുക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട ഭാഗമാണ് നാം ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവമക്കൾ സൂക്ഷിച്ചൊഴിയണം. കാരണം ആത്മീയ ജീവിതം കളിക്കളമല്ല, ആത്മീയ ജീവിതം പോർക്കളമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പദങ്ങൾ ആവർത്തിക്കട്ടെ. ആത്മീയ ജീവിതം കളിക്കളമല്ല, ആത്മീയ ജീവിതം പോർക്കളമാണ്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പോർക്കളത്തിൽ നിൽക്കാൻ യൂണിഫോം ധരിച്ചവരാണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ഒരു നേഴ്സിന്റെ യൂണിഫോമിന് മണിക്കൂറുകളുടെ അത്യാവശ്യമേ ഉള്ളൂ. ഒരു പോലീസിന്റെ യൂണിഫോമിന് ഡ്യൂട്ടി ടൈമിന്റെ അത്യാവശ്യമേ ഉള്ളൂ. ഒരു വാച്ചറിന്റെ യൂണിഫോമിന് ഡ്യൂട്ടി ടൈമിന്റെ അത്യാവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവൻ നോർമൽ വേഷം ധരിക്കാം. എന്നാൽ വിശ്വാസത്തിലേക്ക് ചുവട് വെക്കുന്ന ആദ്യത്തെ ദിവസം മുതൽ, സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഉറക്കത്തിലും സ്വപ്നത്തിലും വരുവാൻ സാധ്യതയുള്ള പരീക്ഷകൾക്കെതിരെ ജാഗ്രതയുണ്ടാകേണ്ട കൃപ ലഭിച്ച ദൈവമക്കൾ മരണം വരെ പോർക്കളത്തിലാണ്. നിന്റെ ശവക്കുഴിക്ക് തൊട്ടു മുൻപുള്ള മരണക്കിടക്കയുടെ തൊട്ടു മുൻപുള്ള മിനിറ്റുകൾ വരെ നീ കളിക്കളത്തിലല്ല, നീ പോർക്കളത്തിലാണ്.
സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, വിശ്വാസ കണ്ണുകളാൽ ഞാൻ കാണുന്നു, വിവിധ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ഈ യോഗത്തിനകത്ത് ഇരിക്കുകയാണെങ്കിലും ആത്മാർത്ഥമായി പറഞ്ഞാൽ നിങ്ങൾ പോർക്കളത്തിൽ നിൽക്കുന്ന പടയാളികളുടെ വേഷം ധരിച്ചവരാണ്. സ്തോത്രം. എന്താ പോർക്കളത്തിൽ നിൽക്കുന്ന പടയാളിയുടെ വേഷത്തിന്റെ പ്രത്യേകത? ഒരു പടയാളിയുടെ വേഷം ആ രാജ്യത്തിന്റെ അഭിമാന വേഷമാണ്. സ്തോത്രം. ഇനിയും ഒരു പടയാളിയുടെ വേഷം ആ പടയാളിക്ക് വേണ്ടി കരുതുന്ന ഒരു ഗവൺമെന്റ് പുറകിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വേഷമാണ്. ഒരു പടയാളിയുടെ വേഷം പോർക്കളത്തിൽ നിൽക്കുന്നവരെല്ലാവരും ഒരുപോലെ ശത്രുവിനെതിരെ ജാഗ്രത പുലർത്തണം എന്ന് മുന്നറിയിപ്പ് നൽകുന്ന വേഷമാണ്. സ്തോത്രം. ഒരു പടയാളിയുടെ വേഷം വേഷത്തിനകത്ത് വലിപ്പച്ചെറുപ്പമില്ലെന്ന് വ്യക്തമാക്കുന്ന വേഷമാണ്. മനസ്സിലായോ? പോർക്കളത്തിൽ നിൽക്കുന്ന പാസ്റ്റർ ആയാലും, പോർക്കളത്തിൽ നിൽക്കുന്ന സെന്റർ പാസ്റ്റർ ആയാലും, പോർക്കളത്തിൽ നിൽക്കുന്ന സാധാരണ വിശ്വാസിയായാലും നമ്മുടെ പ്രതിയോഗി ഒരാളാണെന്ന് തിരിച്ചറിയുകയും, സ്തോത്രം, മാത്രമല്ല ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ ഏത് സമയത്തും അപകട സാധ്യത മുൻപിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ജയാളികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. ജയിക്കുന്നവന് ഞാൻ ആലയത്തിന്റെ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ള കല്ല് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് ധരിക്കാൻ കൊടുക്കും, ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. തോറ്റുപോകുന്നവന് ഒരു കൊച്ചുമുട്ടായി പോലും ഇല്ല, പക്ഷെ ജയിക്കുന്നവനേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 7 വാക്യം എന്താ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. വെളിപ്പാട് പുസ്തകം 21:7 ആ പുത്തനാം യെരൂശലേമിന്റെ ചിത്രം വർണ്ണിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ വാക്കുകൾ ഒന്ന് കാണാൻ വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 21:7. 21:7 ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അങ്ങനെയാണെങ്കിൽ പുത്തനാം യെരൂശലേം എന്ന മനോഹര സൗധത്തിലേക്കുള്ള പ്രവേശനം ആർക്കാണ്? അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങളും കൈവശം വെക്കാൻ അവകാശം സാധാരണക്കാരനല്ല, ജയിക്കുന്നവനാ. ജയിക്കുന്നവന് മാത്രമേ ഇത് അവകാശമായിട്ടുള്ളെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നീ മരണം വരെ പോർക്കളത്തിലാണെന്നാ. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പടപൊരുതിക്കൊണ്ട് പോർക്കളത്തിൽ നിൽക്കുന്ന പടയാളിയാ നീ. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പോരാട്ടം? എന്താ പോരാട്ടം? എതിരാളിയെ തറപറ്റിക്കുന്നത് വരെ ഏർപ്പെട്ടിരിക്കുന്ന മല്ലയുദ്ധം, അതാണ് പോരാട്ടം. ഇംഗ്ലീഷ് ഭാഷയിൽ റസലിംഗ് എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് അല്ല. ബോക്സിംഗിന്റെ ശൈലി വേറെ, റസലിംഗിന്റെ ശൈലി വേറെ. രണ്ടു പേർ തമ്മിൽ റസലിംഗിന് തയ്യാറാകുമ്പോൾ, സ്തോത്രം, ഓരോ അണുവും ശത്രുവിന്റെ കണ്ണുകൾക്ക് മുൻപിൽ ഒഴിഞ്ഞിരിക്കത്തക്ക വിധം ജാഗ്രത പുലർത്തുകയാണ്. റസലിംഗിന് വേണ്ടി വേദിയിൽ നിൽക്കുന്നവനെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ഇഞ്ചും ഓരോ ഞരമ്പും പിടിയിടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി എന്റെ മുൻപിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാരും ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളും ശ്രദ്ധിച്ച് തിരിച്ചറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ഓരോ ഇഞ്ചും അപകട സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുക. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ജയം ആർക്കാണുള്ളത്? പരീക്ഷയിൽ ജയിക്കുന്ന വിദ്യാർത്ഥി ആരാണ്? പോട്ടെ, യുദ്ധത്തിൽ ജയിക്കുന്ന പടയാളി ആരാണ്? ഒരു സാമാന്യ ബുദ്ധിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പരീക്ഷയിൽ ആരാ ജയിക്കുന്നേ? പരീക്ഷയിൽ ജയിക്കുന്ന വിദ്യാർത്ഥി ആരാന്ന് ഞാൻ പറയാം. വരാൻ തുടങ്ങുന്ന പരീക്ഷാ പേപ്പറിലെ ചോദ്യ പേപ്പറിൽ വരുന്ന ചോദ്യം ഏതാണെന്ന് ഭാവനയിൽ കണ്ടുകൊണ്ട് മറുപടി എഴുതാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എവിടെ ജയിക്കുന്നത്? പരീക്ഷയിൽ ജയിക്കുന്നത്. സ്തോത്രം. ആരാണ് യുദ്ധത്തിൽ ജയിക്കുന്നത്? ശത്രുവിന്റെ കരുനീക്കം നേരത്തെ മനസ്സിലാക്കി തങ്ങളുടെ സൈന്യത്തെ ബുദ്ധിപരമായി വിന്യസിപ്പിക്കുന്ന സൈന്യമാണ് വിജയിക്കുന്നത്. ശത്രുവിനെ കുറിച്ച് മനസ്സിലാക്കാത്ത സൈന്യം പരാജയത്തിലേക്ക് നീങ്ങും. ഓർക്കുക, ഒരു വസ്തുത ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിന്റെ പ്രതിയോഗിയുടെ നീക്കം ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് നിന്നെ തകർക്കാനുള്ള പദ്ധതി പ്രാർത്ഥനാമുറിയിൽ ആത്മാവിൽ കണ്ട് അതിന്മേൽ ജയമെടുക്കാൻ തക്കവണ്ണം ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ അപകടം നിനക്ക് മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഗൗരവമായി ശ്രദ്ധിക്കണേ. ഇന്നത്തെ ആത്മീയ ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ പടവാൾ കരങ്ങളിലെടുത്ത് പടയണി ചേർന്ന് ഈ ആത്മീയ പോർക്കളത്തിൽ പട ചെയ്ത് യുദ്ധത്തിൽ വിജയിക്കേണ്ട ആത്മീയ പടയാളികൾ പലരും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പടവാൾ കൊണ്ട പിശാചിന് പണയം വെച്ച് പണം കൊടുത്ത് പട്ടുമത്ത വാങ്ങി പടക്കളത്തിന് നടുക്ക് വിരിച്ച് കൂർക്കം വലിച്ചുറക്കമാ. ഈ പലരുടെയും സ്തോത്രവും അന്യഭാഷയും ഒക്കെ ദീർഘമായ ഉറക്കത്തിനിടയിലെ ക്രാ എന്ന കൂർക്കം വലിയ.
ഇന്ന് രാത്രി ഓർക്കണേ, അങ്ങനെ യോഗത്തിന്റെ ഉച്ചസ്ഥായിയിൽ കീബോർഡും സിസ്റ്റവും ചലിക്കുമ്പോൾ ഒരു വൈകാരിക വിഭ്രാന്തി കാണിക്കുന്ന ആത്മീയ ഉണർവ് കഴിഞ്ഞ് പിന്നെ ഒഴുക്കിനൊത്തൊഴുകുന്ന തോറ്റ പടയാളികളെ അല്ല സ്വർഗത്തിനാവശ്യം. കുളിക്കുന്ന സമയത്തും വസ്ത്രത്തിനിടയിൽ ആയുധം ധരിച്ചുകൊണ്ട് നെഹമ്യാവിന്റെ പടയാളികൾ നിന്നതുപോലെ ഇന്നത്തെ തലമുറയിലെ ദൈവത്തിന്റെ സഭ പോർക്കളത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. നിന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. അപകട മേഖലയിൽ നീ സൂക്ഷ്മത പുലർത്തുക. എത്രയോ അഭിഷിക്തന്മാർ തകർന്നുപോയി എന്നറിയാമോ? ഇവിടെ ദൈവജനം ജാഗ്രത പുലർത്തേണ്ട 5 പ്രധാനപ്പെട്ട മേഖലകൾ. ഒന്നാമത്തെ മേഖല, ദൈവം വെച്ച അധികാര സ്ഥാനത്തോടുള്ള നമ്മുടെ ബന്ധം നാം വളരെ ഗൗരവമായി സൂക്ഷിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖല വിഗ്രഹം, വിഗ്രഹാരാധന. ഈ വിഷയത്തിൽ ദൈവമക്കൾ അകന്ന് സൂക്ഷിക്കുവാൻ ജാഗ്രത പുലർത്തണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന്റേത് അപഹരിക്കൽ, അവിശ്വസ്തത, സാമ്പത്തിക വിനിമയങ്ങളിലെ ക്രമക്കേട്. ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി സൂക്ഷിക്കണം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സാമ്പത്തിക വിഷയങ്ങളിൽ അവിശ്വസ്തത കാണിക്കുന്ന കർത്തൃദാസന്മാരായ, തെറ്റിദ്ധരിക്കരുത്, ഉപദേശിക്കോലങ്ങൾ ഇന്നത്തെ ആത്മീയ ലോകത്തിലില്ലേ? നിങ്ങളൊന്ന് കണ്ണുയർത്തി നോക്ക്. ഈ കൊച്ചായുസ് കൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വിമാനത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം കുതന്ത്രങ്ങളുടെ സാക്ഷ്യങ്ങൾ മെനയുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു ഗൗരവമായ സത്യം ഗ്രഹിക്കണം. ആ തന്ത്രങ്ങൾ രൂപപ്പെടുത്തി ദിനാർ കൈവശമാക്കിയ, ഡോളർ വാരിക്കൂട്ടിയ പലരുടെയും വീടുകളിലേക്ക് അവരുടെ ജനറേഷനിൽ ഒന്ന് കണ്ണുയർത്തണം. കണ്ണുയർത്തുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഒരു തലമുറ കൊണ്ട് പോട്ടെ, 2 തലമുറ കൊണ്ട് പോട്ടെ, 7 തലമുറ കൊണ്ട് പോലും തീരാത്ത, കൈപ്പോടെ കരയുന്ന കൊടിയ വിഷയങ്ങൾ ഇവരുടെ കുടുംബത്തിന് തൊട്ടുപുറകിൽ ഊറ്റോടെ അടിച്ചു കയറുകയാ. സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു ഓർഫണേജ് നടത്തിയ കക്ഷി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സഹായത്തിനായി നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അകത്ത് ഇദ്ദേഹം ടെലിഫോണിൽ കൂടെ ആരോടോ സംസാരിക്കുക. ഇപ്പൊ മനസ്സിലായി, ഓർഫണേജ് നടത്തുന്ന അവിടെയുള്ള ഡീനോടാണ് സംസാരിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആളോട് സംസാരിക്കുന്നത്. ആ രഹസ്യം ഞാൻ അങ്ങ് പരസ്യമാക്കുക. ഇദ്ദേഹം പുറത്തു വന്നിരിക്കുന്ന ആൾ ആരാന്ന് മനസ്സിലാക്കാതെ അകത്ത് ഈ പുള്ളി, ഈ മാനേജർ, ഈ ഓർഫണേജ് നടത്തുന്ന കക്ഷി ടെലിഫോൺ അങ്ങോട്ട് ചെവിയോടെ വെച്ച് സംസാരിക്കുക. ഹലോ, തോമാച്ചനാണോ? ആന്നു. സായിപ്പ് വരും, പിള്ളേരെല്ലാം എന്തിയെ എണ്ണത്തിനനുസരിച്ച് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിലേക്ക് അവധിയുള്ള ചിലർ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം. എന്ന് ക്ലാസ് തുടങ്ങുമെന്ന് ചോദിച്ചാൽ അടുത്ത മാസം അവസാനത്തേക്കെന്ന് പറയണം. ബിൽഡിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയാൻ നിനക്ക് ബുദ്ധിയുണ്ടല്ലോ. പറഞ്ഞത് മനസ്സിലായോ? സായിപ്പ് വരും, പിള്ളേരെല്ലാം എന്തിയെ തലയെണ്ണിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവധിക്കാലത്ത് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയണം. ഞാൻ ഈ വാർത്ത കുറിച്ചു വെച്ചു. അതിന്റെ തൊട്ടടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിൽ സംഭവിച്ച കൊടിയ ദുരന്തങ്ങൾ തൊട്ടടുത്തുള്ള ആളുകളെ കണ്ണുനീരിൽ ആഴ്ത്തിയ, ഓർത്തോർത്ത് കരയാൻ അവസരം ഒരുക്കിയ സംഭവങ്ങൾ നടന്നപ്പോൾ ഒരു വസ്തുത എനിക്ക് മനസ്സിലായി. സാമ്പത്തിക വിഷയത്തിൽ കാട്ടുന്ന അവിശ്വസ്തത കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും. ഒത്തിരി കാര്യം ഇവിടെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തുക. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവം വെച്ച അധികാരസ്ഥാനം. ദൈവം അധികാരസ്ഥാനം ഇവിടെ വെച്ചിരിക്കുന്നു. അധികാരസ്ഥാനം ദൈവത്തിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിൽ 3 അധികാരസ്ഥാനങ്ങളെ ഞാൻ കഴിഞ്ഞ രാത്രി പറയുകയുണ്ടായി. ഒന്ന് പറഞ്ഞാട്ടെ, പാസ്റ്റർക്ക് സഭയുടെ മേൽ ഉള്ള അധികാരം. 2, ഭർത്താവിന് ഭാര്യയുടെ മേൽ ഉള്ള അധികാരം. 3, മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ഉള്ള അധികാരം. ഈ 3 മേഖലകൾ പൊതുവെ സൂക്ഷിച്ചൊഴിയേണ്ട വിഷയങ്ങൾ ഞാൻ പൊതുവെ ഓർപ്പിച്ചു. ഒരിക്കൽ ഞാൻ കാർ ഓടിച്ചു പോകുന്ന സമയം മുൻപിൽ കൂടെ ഒരമ്മയും മകനും കൂടെ നടന്നു പോകുന്നത് കണ്ടു. കൊടും ചൂട, സൂര്യൻ തലയുടെ മുകളിൽ കത്തി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആ യുവതിയായ അമ്മ തല മൂടാതെ നെഞ്ചോട് ചേർത്ത് സാരി പിടിച്ചിട്ട് സാരിത്തലപ്പെടുത്ത് ഈ കുഞ്ഞിന്റെ പുറത്തുകൂടെ ഇട്ട് കെട്ടിപ്പിടിച്ച് നടന്നു പോകുന്ന രംഗം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, എന്റെ തലയ്ക്ക് വെയിലേറ്റാലും എന്റെ കുഞ്ഞിന്റെ തലയ്ക്ക് വെയിലേൽക്കരുത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച്
പിടിച്ച് നടന്നു പോകുന്ന അമ്മയുടെ സ്നേഹം. ഒരു വസ്തുത ഓർക്കുക, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് വാഗ്ദത്തത്തോടുകൂടിയുള്ള ആദ്യ കൽപ്പന. എന്താണ് അതിന്റെ പുറകിലെ വാഗ്ദത്തം? നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിനും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും. അർത്ഥം എന്നറിയാമോ? നിന്റെ മാതാപിതാക്കളോടുള്ള സമീപനം നിന്റെ ആയുസ്സിനെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് പറഞ്ഞത്. നിന്റെ ആയുസ്സിനെ ബാധിക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരിക്കൽ ഒരു അമ്മ മോനോട്, മോനെ പള്ളി പോണം, സ്തോത്രകാഴ്ചയ്ക്ക് ചില പൈസ വേണം എന്ന് പറഞ്ഞപ്പം, എന്നേ തള്ളേ എന്റെ കയ്യിലില്ല എന്ന് ഈ മകൻ പറഞ്ഞു. ഉടനെ ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ 9 മാസം കയ്യിലും, അതെ 9 മാസം വയറ്റിലും 12 മാസം കയ്യിലും ചുമ്മിക്കൊണ്ട് നടന്നല്ലേടാ. കരഞ്ഞപ്പോ ഈ ചെറുക്കൻ പറയുകയാ, ഒരു വല്ലം കൊട്ടി അങ്ങോട്ട് എടുത്തു വെച്ചിട്ട്, എന്നേ തള്ളേ ഇതിനകത്തോട്ട് കയറിയിരി, ഞാൻ നിങ്ങളെ 12 മാസം ചുമ്മിക്കൊണ്ട് നടക്കാം. മാതാപിതാക്കളോട് പറയുന്ന അറം പറ്റുന്ന വാക്കുകൾ തൽക്കാലം കോപത്തിന്റെ പരിണിത ഫലമായി വരുമെങ്കിലും അതിന്റെ പരിണിതി നിന്റെ കുടുംബത്തിന്മേൽ പ്രതിക്രിയ നടത്തുന്ന ദിവസങ്ങൾ വരും. എനിക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവം എന്റെ സ്മരണയിലുണ്ട്. ഈ കാര്യം ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും പറയുന്നത് പോലെ, ഫലിതബിന്ദു പറയുന്ന പോലെ പറയുകയല്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം യാഥാർത്ഥ്യമായി നടന്ന, കുടുംബത്തിന്റെ ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ കുടുംബത്തിന് സംഭവിച്ച കൊടിയ തകർച്ചകളെ കുറിച്ച് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. കേവല സങ്കല്പമല്ലിത്. സ്തോത്രം. ഒരിക്കൽ 3 ആൺകുഞ്ഞുങ്ങളെ ആറ്റുനോറ്റ് സ്നേഹപൂർവം റാന്നിക്കാരിയായ മറ്റൊരു പട്ടണത്തിലേക്ക് കെട്ടിച്ചയപ്പിക്കപ്പെട്ട അമ്മച്ചി സ്നേഹത്തോടെ നോക്കി. അങ്ങനെ ഇരിക്കെ സൗന്ദര്യമുള്ള, ബുദ്ധിശാലിയായ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ല കുബേര കുടുംബത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയെ ഇളയ മകൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. സ്നേഹിക്കുന്ന മകന് പുതിയ പെൺകുട്ടി കയറി വന്നതോടുകൂടെ മനോഭാവങ്ങളിലൊക്കെ മാറ്റമുണ്ടായി. അങ്ങനെ ഇരിക്കെ പലപ്പോഴും അമ്മച്ചിയുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളിൽ അമ്മ വേദനിച്ചു. അന്നൊരിക്കൽ ഇവൻ വീടിന്റെ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് ചെന്നിട്ട് പൊട്ടിത്തെറിച്ചത് ഇങ്ങനെയാ, എന്നേ തള്ളേ മര്യാദയ്ക്ക് എന്റെ ഭാര്യ പറയുന്നത് കേട്ടിവിട്ടിരിക്കണം, അല്ലെങ്കിൽ അടുത്ത വാചകം, ഈ ഗ്രില്ലിലൂടെ, ഈ ഗ്ലാസ് ഡോറിലൂടെ നിങ്ങളെ ഞാൻ എടുത്ത് പുറത്തേക്ക് തള്ളും. നിങ്ങൾ ഈ ഹൈവേയിൽ വന്നു വീണ് വല്ല വണ്ടിയും കയറി ഇറങ്ങി മരിക്കും. ഇതങ്ങോട്ട് പറഞ്ഞേച്ച് അങ്ങോട്ട് ചെന്ന് ഈ അമ്മയുടെ കഴുത്തിന് കയറിപ്പിടിച്ചു. ക്രിസ്തീയ കുടുംബമാ. കഴുത്തിന് കയറിപ്പിടിച്ചു. അമ്മയുടെ നാക്ക് 2-3 അങ്കലും പുറത്തേക്ക് തള്ളി, കണ്ണ് തള്ളി. അല്പ മിനിറ്റുകൾ പിടിച്ചേച്ച് പിടിവിട്ടു. ഈ അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ, മോനെ നല്ല കുഞ്ഞ, അവളുടെ പ്രേരണ കൊണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാ. കണ്ടോ ഒരമ്മയുടെ സ്നേഹം. കഴുത്തിന് പിടിച്ച് നാക്ക് പുറത്തേക്ക് തള്ളി, കണ്ണ് തള്ളിയിട്ടും പറയുക നല്ല കുഞ്ഞ. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ, ആ വർഷത്തിന്റെ അവസാനത്തെ സമയം, മറ്റൊരു പട്ടണത്തിൽ നിന്ന് തന്റെ ഭാര്യയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ചില മാസങ്ങൾക്കുള്ളിലാണ് ആ വർഷാവസാനം. ഞാൻ ഇന്ന സമയത്ത് വീട്ടിലെത്തും, ഭക്ഷണം നീ തയ്യാറാക്കണ്ട, ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. തന്റെ പുതിയ കാറിൽ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു. ഹൈവേയിലൂടെ വണ്ടി പാഞ്ഞു വരുമ്പോൾ ഈ കെട്ടിടത്തിന് ചില കിലോമീറ്റർ മാത്രം അപ്പുറത്ത് ഒരു ട്രക്കുമായി വണ്ടി കൂട്ടിയിടിച്ച് ഈ ചെറുപ്പക്കാരന്റെ ജഡം ചിതറിയിട്ട് ആ ബോഡി ആ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. എന്റെ മനസ്സിൽ മുഴങ്ങിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദം ഇതാണ്, എന്നേ തള്ളേ ഈ ഗ്ലാസ് ഡോറിലൂടെ നിങ്ങളെ എടുത്ത് ഞാൻ പുറത്തേക്ക് എറിയും, വല്ല വണ്ടിയും കയറി ഇറങ്ങും. കഴുത്ത് പിടിച്ച് ഞെക്കി അമ്മയോട് പറഞ്ഞ വാക്കുകൾ ആരും പ്രതികരിക്കാനില്ലായിരുന്നെങ്കിലും വഴിവക്കിൽ ചിതറി അവസാനിച്ചത് മകനായിരുന്നു. ഇത് കേവലം സങ്കല്പമല്ല, നേരിട്ട് സാക്ഷിയായ വിഷയമാണ്. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ഓർത്തുകൊള്ളുക, സഭയ്ക്ക് ശുശ്രൂഷകൻ അധികാരസ്ഥാനം, ഭാര്യയ്ക്ക് ഭർത്താവ് അധികാരസ്ഥാനം, മക്കൾക്ക് മാതാപിതാക്കൾ അധികാരസ്ഥാനം. അധികാരസ്ഥാനത്തോടുള്ള നിഷേധം അതിന്റെ പരിണിത ഫലം കൊയ്യും. അതുകൊണ്ട് മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക, നിന്റെ വൃദ്ധരായ മാതാപിതാക്കളോടുള്ള ഇന്നത്തെ നിന്റെ പെരുമാറ്റം ഇന്ന് നീ വിതയ്ക്കുന്നതാണെന്നും അതിന്റെ പരിണിത ഫലം അധികം താമസിക്കാതെ നീ കൊയ്യും എന്നുമുള്ള വസ്തുത വിസ്മരിക്കരുത്, അടിക്കുറിപ്പാക്കി വെച്ചുകൊള്ളുക. സ്തോത്രം. ഇനി ഇതിനിടയ്ക്ക് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രഭാഷണത്തിനിടയിൽ ആളുകൾ ചിന്തിക്കും, പാസ്റ്ററെ സഹോദരിമാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനൊക്കെ പറയാൻ. ദൈവത്തിന് സ്തോത്രം. ആ വസ്തുതയ്ക്ക് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു വസ്തുത പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം ഭവനത്തിൽ വെച്ചിരിക്കുന്ന ക്രമം ലംഘിക്കപ്പെട്ടാൽ അതിന്റെ ഫലം നിങ്ങൾ തന്നെ ആയിരിക്കും അനുഭവിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തക വെളിച്ചത്തിൽ വ്യവസ്ഥ പാലിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഭർതൃബന്ധം എന്ന് പറയുന്നത് പങ്കാളിത്വമാണ്, ഏകാധിപത്യമല്ല. ഭർത്താക്കന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം. പങ്കാളിത്തവും ഏകാധിപത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് പങ്കാളിത്തവും ഏകാധിപത്യവും? ഒരു ഭാര്യയെ അവളുടെ ജീവിതത്തിന്റെ ഒരു ബലഹീനാവസ്ഥയിലും കൈവിടുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഏദനിൽ സംഭവിച്ച പാപം കഴിഞ്ഞ് മഹാദൈവം ഇറങ്ങി വന്നപ്പോൾ ആദമിനോട്, നീ അല്ലല്ലോ, അവളല്ലേ ആദ്യം പഴം പറിച്ച് കഴിച്ചത്, അതുകൊണ്ട് അവളെ വിട്ടേക്കുക, മറ്റൊരാളിനെ ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് ദൈവം പറയാതെ, തമ്മിൽ അടുക്കരുതെന്ന് പറഞ്ഞ് തിരിയുന്ന വാളിന്റെ ജ്വാലയെ ഇടയ്ക്ക് നിർത്താതെ രണ്ടുപേരും കൈകോർത്ത് പുറത്തിറങ്ങാൻ ദൈവം അനുവദിച്ചതിന്റെ കാര്യം എന്താ? മാനവ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം നടന്ന ഏതേന്യ സംഭവത്തിൽ പോലും ഒരു പങ്കാളികൾ തമ്മിൽ പിരിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിന്റെ ഭാര്യയുടെ ഏറ്റവും ബലഹീനാവസ്ഥയിൽ പോലും അവളെ കൈവെടിയാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. ആധുനിക സംസ്കാരത്തിന്റെ വിവാഹമോചനവും പുനർവിവാഹവും അഡൽട്ടറിയാണ് അതിന്റെ പുറകിൽ കൊടിയ ശാപം കൊയ്യും. എന്നാൽ അതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പങ്കാളിത്തം ഏകാധിപത്യമല്ല. പങ്കാളിത്തം ഏകാധിപത്യമല്ല. എന്താണ് പങ്കാളിത്തം? രാജുവും, കൊച്ചൊരു ഉദാഹരണത്തോടെ ഞാൻ പറഞ്ഞ ആ ഭാഗം വിടാം. രാജുവും ബാബുവും രണ്ടുപേർ, അവർ രണ്ടുപേരും കൂടെ കുവൈറ്റിൽ ഒരു ബിസിനസ് ആരംഭിച്ചെന്നിരിക്കട്ടെ. രാജുവിന് തുല്യ മുതൽ മുടക്ക്, ബാബുവിനും തുല്യ മുതൽ മുടക്ക്. അവർ രണ്ടുപേരും കൂടെ ഒരു ധാരണയിലെത്തി. എന്താ ധാരണ? രാജു ഓഫീസിനകത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, ബാബു പുറത്തു പോയി പ്രോഗ്രാം പിടിച്ചുകൊണ്ടുവരുന്നു. അപ്പോൾ ബാബു പകലെല്ലാം പോയി പുറത്ത് ചെന്ന് കഷ്ടപ്പെട്ടിട്ട് അകത്തേക്ക് വരുമ്പോൾ രാജു ഓഫീസിൽ കറങ്ങുന്ന കസേരയുടെ മുൻപിൽ AC റൂമിൽ ഇരിക്കുക. പക്ഷേ അകത്തേക്ക് വരുന്ന ബാബുവിന് ഒരിക്കൽ പോലും രാജുവിന്റെ മുൻപിൽ ഒരു അടിമത്വ മനോഭാവം തോന്നുകയില്ല. കാരണം എന്താ? രണ്ടു പേർക്കും തുല്യ മുതൽ മുടക്കും, രണ്ടു പേർക്കും ഒരുമിച്ചുള്ള ഉടമസ്ഥാവകാശവും. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ബാബു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്റെ ഷെയർ ഞാൻ നിങ്ങൾക്ക് തരുന്നു, പണം ഇനി തന്നേക്കുക, ഞാൻ ദിവസവേതനത്തിന് ജോലി ചെയ്യാം. അങ്ങനെ ദിവസവേതനത്തിന് ജോലി ചെയ്യാൻ ബാബു ഏറ്റു. ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം പുറത്തേക്ക് പോയിട്ട് അകത്ത് കയറി വരുന്ന ബാബുവിന് സ്വാഭാവികമായ ഒരു അടിമത്വ മനോഭാവം തോന്നും. എന്താ കാര്യം? എന്താ? ഇതിന്റെ ഉടമസ്ഥൻ രാജുവാണ്. എന്റെ ഷെയർ ഞാൻ വിറ്റ് കഴിഞ്ഞു, പണം വാങ്ങിക്കഴിഞ്ഞു, ഇനിയും ഞാൻ അദ്ദേഹത്തിന് വേതനത്തിന് ജോലി ചെയ്യുന്ന ജോലിക്കാരനാണ്. എന്റെ മുൻപിലിരിക്കുന്ന ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക, ദൈവം നിനക്ക് കൈകളിൽ ഏൽപ്പിച്ചു തന്ന ജീവിത പങ്കാളി നിന്റെ ധാർഷ്ട്യത്വത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന അടിമത്ത വസ്തുവല്ല. ഒരു പൂവിന്, ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ഒരു പൂവിന് തുല്യാവകാശിയായി ആധാരം ചമച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തുല്യാവകാശികളാണെങ്കിൽ, തൃത്വത്തിൽ പിതാവായ ദൈവത്തിന്റെ അധികാരത്തിന് പുത്രൻ കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിലും തൃത്വം തന്നിൽ തന്നെ പൂർണ്ണമായിരിക്കുന്നത് പോലെ കുടുംബജീവിതത്തിലെ പങ്കാളിത്വം അടിമത്വമല്ല, പങ്കാളിത്തം ഒരുമയുടെ വ്യക്തിത്വമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഞാനിവിടെ വിടുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നാം വരുന്നു. ദൈവം വെച്ച അധികാരസ്ഥാനം എന്ന വിഷയം നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. സഭാ ശുശ്രൂഷകന്റെ അധികാരസ്ഥാനമുണ്ട്. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട ഭാഗമുണ്ട്. ഒക്കെ വളരെ പറയുക, വളരെ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് കൂട്ടത്തിൽ അങ്ങ് വിട്ടേക്കാം. കർത്തൃദാസന്മാരോടുള്ള ബന്ധത്തിൽ പരിഹാസത്തിന്റെ സ്വരങ്ങൾ ഉപയോഗിക്കുന്നവരില്ലേ? ശ്രദ്ധിച്ചുകൊള്ളുക, അതിന്റെ പരിണിത ഫലം വേദനാജനകമായിരിക്കും. ഇപ്പോൾ രസകരമാണെങ്കിലും അതിന്റെ പരിണിത ഫലം വേദനാജനകമായിരിക്കും. ഒരിക്കൽ ഏലിശ കയറി വരുന്നത് കണ്ടുകൊണ്ട് മൊട്ടത്തലയാ കയറിവാ എന്ന് വിളിച്ചു പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് ആ ദൈവഭൃത്യന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വീണ വാക്കുകൾക്ക് മുൻപിൽ കാട്ടിലെ പെൺകരടികൾ ഇറങ്ങി വന്ന് കടിച്ചു തീറുമ്പോൾ ഒരു വസ്തുത ഓർക്കൂ, അതിന്റെ പുറകിൽ ഒരഭിഷിക്തനെ പരിഹസിക്കുന്നതിന് പുറകിൽ വരുന്ന പരിണിത ഫലം നാം കാണുകയാണ്. ഇത്തരം നിരവധി തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവമക്കൾ ജാഗ്രത പുലർത്തുക. അനുഗ്രഹം പ്രാപിപ്പാൻ, നമ്മുടെ കുറവുവശങ്ങളെ കണ്ടെത്താൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇനിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, അടുത്ത രണ്ടാമത്തെ വിഷയം, വിഗ്രഹത്തോടും വിഗ്രഹാരാധനയോടുമുള്ള ബന്ധം. അതൊന്നുമില്ലാത്തവരാണ് എന്റെ മുന്നിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ. നമ്മൾ ഏതെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടോ?
എന്നാൽ വേദപുസ്തകത്തിലേക്ക് നമുക്ക് ആ ഭാഗം ഒന്ന് കടന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. തികച്ചും ഏകാഗ്രതയോടെ നമുക്കായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ഭാഗം എന്താ മനസ്സിലാക്കിയെടുത്ത് പറഞ്ഞാട്ടെ. 5 കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യം ദൈവം വെച്ച അധികാരസ്ഥാനം. ആ അധികാരസ്ഥാനം ഏത് തലങ്ങളിലൊക്കെ ഉണ്ട്? 3 മണ്ഡലം. ആർക്കോ? ഏതൊക്കെ? സഭാ ശുശ്രൂഷകന് സഭയുടെ മേൽ, പിന്നെ രണ്ടാമത്തേത് ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരം, മൂന്നാമത്തേത് മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക്. അപ്പോൾ അധികാരസ്ഥാനത്തോട് നമ്മുടെ ബന്ധം സൂക്ഷിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ ഭൂമിയിലെ വിഗ്രഹത്തോടും വിഗ്രഹാരാധനയോടുമുള്ള ബന്ധം ജാഗ്രതയോടെ കാത്തുകൊള്ളുക. തിരുവെഴുത്തിലേക്ക് നമുക്ക് വേഗം വരാം. ദൈവത്തിന് സ്തോത്രം. 1-2 വേദഭാഗങ്ങൾ നിങ്ങളുമായിട്ട് മുൻപോട്ട് വച്ച് ആ ഭാഗങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 20-ന്റെ 1 മുതൽ 5 വരെ വേഗം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 20-ന്റെ 1 മുതൽ 5 വരെ. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അടുത്ത വാക്യം. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. അടുത്ത വാചകം. എന്നെ പകയ്ക്കുന്നവരിൽ, വളരെ കുറിക്കൊള്ളണം, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. ശ്രദ്ധിക്കേ, അങ്ങനെയാണെങ്കിൽ മേൽ പറഞ്ഞ 2 കാര്യങ്ങളുടെ പരിണിത ഫലം എവിടെ വരെ വരും എന്ന് പറയുക. എന്താ 2 കാര്യങ്ങൾ? ശ്രദ്ധിച്ച് ഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് ഭയഹേതുവായി മുന്നറിയിപ്പ് നൽകുകയാണ്. 1, ദൈവവചനത്തിലെ മറ്റ് കൽപ്പനകളെക്കാൾ കഠോരവും കർക്കശവുമായി സർവശക്തിയിൽ നിന്നും പൊഴിഞ്ഞു വീണ കൽപ്പന. 2, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്. 2, മീതെ ആകാശത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമരുത്. ഇനി എന്താ അതിന്റെ പരിണിത ഫലം? ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ, മേൽ പറഞ്ഞ വിഷയം എന്നോടുള്ള പോരാട്ടമാണ്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ. അങ്ങനെയാണെങ്കിൽ ഭയത്തോടെ ചിന്തിക്കണ്ടേ? എനിക്ക് 2 മാതാപിതാക്കൾ, ദൈവത്തിന് സ്തോത്രം, 2 പേർ, എന്റെ അപ്പനും അമ്മയും. അപ്പോൾ എന്റെ പുറകിൽ 2 പേർ. അതിന് തൊട്ടുപുറകിൽ അവരുടെ മാതാപിതാക്കൾ 4 പേർ, അവരുടെ മാതാപിതാക്കൾ 8 പേർ, അവരുടെ മാതാപിതാക്കൾ 16 പേർ. അങ്ങനെയെങ്കിൽ ഒരു 28 ബന്ധങ്ങളുടെ കണ്ണി. അപ്പോൾ ഒരു വ്യക്തി മുതൽ 30ഓളം ബന്ധങ്ങളുടെ പുറകിലത്തെ കണ്ണികളിൽ വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിന്റെ ശിക്ഷാക്രമം നിങ്ങൾ നോക്കിക്കേ. ഒരു 30ഓളം മാതാപിതാക്കളുടെ പുറകിൽ മുതൽ ഒരു ഫാമിലിയെ ഒരുപോലെ ബന്ധിക്കുന്ന അതിശക്തമായ ദൈവത്തിന്റെ ശിക്ഷാക്രമം ഒരു വ്യക്തിയിലേക്ക് ഒഴുകുകയാണ്. അതിന് കാരണം എന്താ? കാരണം മറ്റൊന്നല്ല, പകയ്ക്കുന്നവരിൽ. എന്താ പക? തീഷ്ണതയുള്ള ദൈവത്തിന്റെ മുൻപിലെ ഏറ്റവും വലിയ പക വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ടാണ്. വേദപുസ്തകം ഈ വിഷയത്തിൽ കൊടുത്തിരിക്കുന്ന ഗൗരവം ശ്രദ്ധിക്കണം. ഇത് കൽപ്പനയായി കൊടുത്തിട്ട് ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ ആവർത്തിച്ച് ദൈവം പറയുന്നു, ഹോരേബിൽ തീയുടെ നടുവിൽ ഞാൻ വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും മത്സ്യത്തിന്റെയെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കരുത്. ഇനിയും വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്തറിയാമോ? ഇവരെ കൊണ്ട് വലിയ കല്ലുരുട്ടി വെപ്പിച്ചു. അതിൽ ഇവരോട് പറഞ്ഞു വെള്ളക്കുമ്മായം തേക്കാൻ പറഞ്ഞു. വെള്ളക്കുമ്മായം തേപ്പിച്ച് അവരെ കൊണ്ട് തന്നെ കൽപ്പനകൾ എഴുതിപ്പിച്ചു. കൽപ്പന എഴുതിപ്പിച്ചിട്ട് അവർ ലേവ്യ ഗോത്രത്തെ മുന്നേ കൊണ്ടുവന്നു. 11 ഗോത്രത്തെ പുറകിൽ വിട്ടു. എന്നിട്ട് ലേവ്യ ഗോത്രത്തെ കൊണ്ട് ഇത് വായിപ്പിച്ചു. 11 ഗോത്രത്തെ കൊണ്ട് ആമേൻ എന്ന് പറയിപ്പിച്ചു. എന്നറിയാമോ ഭാഗം? നിങ്ങൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ചാൽ മതി. എഴുതിയിട്ടുണ്ട്, ശില്പിയുടെ കൈപ്പണിയായോ മറ്റോ ഒരു വിഗ്രഹമുണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ കൽപ്പന നേരെ കൽപ്പലകകളിൽ അഗ്നി വിരലുകൾ കൊണ്ട് എഴുതി കയ്യിൽ കൊടുത്തു. വിഗ്രഹം അരുത്,
പരിണിത ഫലം 30ഓളം പൈതൃകമായി തുടരുന്ന ശിക്ഷാക്രമം തുടരും. ഇനിയും ആവർത്തിച്ചു പറഞ്ഞുകൊടുത്തു, വലുത് വിഗ്രഹത്തിന്റെ പുറകിൽ ശിക്ഷാക്രമമുണ്ട്. അത് കഴിഞ്ഞു ഇവരെ കൊണ്ട് കല്ലുരുട്ടി വെപ്പിച്ച്, ഇവരെ കൊണ്ട് വെള്ളക്കുമ്മായം തേപ്പിച്ച്, ഇവരെ കൊണ്ട് എഴുതിപ്പിച്ച്, ഇവരെ കൊണ്ട് വായിപ്പിച്ചു. ഇനിയും ഇവരത് ചെയ്തതിന്റെ ഫലം ഈ തലമുറ ഇന്നും സഹിക്കുന്നു. ഞാനൊരു വസ്തുത ചോദിക്കട്ടെ, ഇതിൽ നമുക്കെന്താ ബന്ധം? ഞാനൊക്കെ സമുദായ പശ്ചാത്തലത്തിലായിരുന്നപ്പം എന്റെ മാതൃവഴിയിൽ യാക്കോബായ സമുദായത്തോട് ബന്ധമുണ്ട്. പിതാക്കന്മാരുടെ എല്ലാം പേരുപയോഗിച്ചൊരു ചൊല്ലുണ്ട്, ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആരൊക്കെയാ? അന്തിമോസ, ഇവാനിയോസ്, കൂറിലോസ്, ദീമോസ്, ഇസ്കരിയോത്തോസ്, യൂലിയോസ്, ഇവരുടെ എല്ലാം പേരിന്റെ ലിസ്റ്റ് പറഞ്ഞേച്ചാണ് ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം ഇടയ്ക്ക് നിർത്തിയാണ് പ്രാർത്ഥന. ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യൻ ചക്ക ഇടാൻ പ്ലാവിന്റെ ചുവട്ടിൽ വന്നു, മറന്നിട്ടില്ലല്ലോ ചക്ക. നീളമുള്ളൊരു തോട്ടിയുടെ അറ്റത്ത് ഒരു അരിവാൾ വെച്ച് കെട്ടി ഈ ചക്കയുടെ ഞെടുപ്പേലോട്ട് കയറ്റിയിട്ട് താഴോട്ട് വലിച്ചപ്പോ കെട്ട് മുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞു പോന്നു, അരിവാൾ അവിടെ കുത്തിയിരുന്നു. പുള്ളിക്ക് വിഷമമായി. പുള്ളി നേരെ പ്ലാവേ കയറി ഒരു കമ്പയിലിരുന്നുകൊണ്ട് അനങ്ങാതെ അരിവാൾ എടുത്തു, നേരെ താഴെ ഇറങ്ങി വന്നു. അടുത്ത പാടക്കടയിൽ പോയി 50 പൈസയുടെ മുടിക്കയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് കമ്പിന്റെ അറ്റത്ത് ശരിക്ക് വെച്ച് കെട്ടി ചക്കയിട്ട് തിന്നു. എടാ മണ്ടനെ, വെട്ടിയിടാൻ കൈ കിട്ടുമ്പോ വെട്ടിയിട്ട് വെച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാലും ഈ തോട്ടി കൂടെ പറിക്കുന്നു, നിനക്കെന്നെ ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ച എന്ന് വിളിക്കാൻ അവസരമുണ്ടെങ്കിലും അന്തിമോസും ഇവാനിയോസും കുറിയിലോസും ദീമോസും ഇസ്കരിയോത്തോസും യൂലിയോസും ഒക്കെ ഇടയ്ക്ക് നിർത്തി അവരുടെ രൂപങ്ങളും വെച്ച് മെഴുകുതിരിയും കത്തിച്ച് ദൈവത്തിന് സ്തോത്രം, ഗന്ധവും ഉയർത്തി നമസ്കാരക്രമവും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞെ, പെന്തക്കോസ്തലിസത്തേക്കാൾ വലുത് മീതെ ആകാശത്തിലുള്ള വിശുദ്ധന്മാരുടേതെങ്കിലും താഴെ ഭൂമിയിൽ ജീവിക്കുന്ന ഭക്തന്മാരുടേതെങ്കിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം അരുത് എന്ന് എഴുതി വെച്ച വചനത്തോടുള്ള കനത്ത ലംഘനമാകയാൽ അത് സാധാരണ ബന്ധനമല്ല, അസാധാരണ ബന്ധനമാണ്. ഇത് തിരിച്ചറിയാൻ കണ്ണു തുറന്ന വേർപെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, അതിന്റെ പുറകിൽ ബന്ധനങ്ങൾ വ്യാപരിക്കും. പറയാമായിരുന്നു തന്നെ മാത്രം എടുത്തിരുന്നെങ്കിൽ. എന്നാൽ ഒന്ന്, മന്ത്രവാദം, ക്ഷുദ്രം, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഭാഗമുണ്ട്. നമ്മളിൽ പലർക്കും ആ മേഖലകൾ കൂടുതൽ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഏതാണ്ടൊക്കെ സ്വാധീനിക്കുന്ന മണ്ഡലമില്ലേ? കല്യാണത്തിന് ചെറുക്കനും പെണ്ണും പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയം, സ്തോത്രം, വീടിന്റെ പ്രതിഷ്ഠാ സമയം വെക്കുന്ന ടൈം ആര് പറയുന്നതാ? പാസ്റ്ററുമായിട്ട് ആലോചിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ചാണോ? ആശാരി സമയം നോക്കിയിട്ട് പറയുന്നതാണോ? എന്തിനേറെ ഒരു കൊച്ചു ജനിച്ചു വീണാൽ ആ കുഞ്ഞിന്റെ അരയിൽ കറുത്ത ചരട് കെട്ടുന്നത് മുതൽ വീട്ടിൽ ഒരു ഗൗളി ചെലച്ചാൽ ഉണ്ടാകുന്ന ഗൗളി ശാസ്ത്രത്തിന് വിവേചനം വരെ നമ്മിൽ എവിടുന്ന് വ്യാപരിച്ചു? ഒരു ഗൗളിയുടെ വരവ്, അതിന്റെ ഇരിപ്പ്, അതിന്റെ ദിക്ക്, അതിന്റെ ചിലയ്ക്കൽ, അതിന്റെ വേഗത, അതിന്റെ മടക്കം, ഇത് നോക്കി അന്നന്നത്തേക്കുള്ള ഭാവി പ്രവചിക്കാൻ കഴിയുന്ന സാത്താന്യ ശക്തികളെ സേവിക്കുന്ന ഗൗളി ശാസ്ത്രം നമ്മുടെ പിതാക്കന്മാരുടെ ഉള്ളിൽ എവിടെയോ കിടന്നതിന്റെ പിൻതലമുറകൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ? കല്യാണം കഴിഞ്ഞു, പെണ്ണും ചെറുക്കനും വീട്ടിലേക്ക് വരേണ്ട സമയമാ. പക്ഷെ അമ്മച്ചി വന്നൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ കൊണ്ടുവരരുത്. ഞാൻ ഇന്ന് രാത്രി ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഞാനൊരു വസ്തുത എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് പറയാം. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് കാണാൻ നമ്മുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ സർവശക്തന്റെ കണ്ണുകളിൽ അന്യഭാഷ പറയുന്ന നിന്നെ അവൻ മ്ലേച്ഛതയോടെ കാണും. അത് ദൈവത്തിന് അറപ്പാണ്, മറക്കരുത്. വിശുദ്ധ തിരുവഴുത്തിലേക്ക് നിങ്ങൾ വന്നാട്ടെ. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അടങ്ങം പിടിച്ച് ഭാഗം വിടാം. ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. 18:9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് വ്യക്തിപരമായി പറയുന്നു, ആ മണ്ഡലങ്ങൾ എവിടെയൊക്കെയുണ്ടോ അത് സൂക്ഷിച്ചൊഴിയണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ജയമെടുക്കാൻ നമ്മുടെ അധരങ്ങൾ ചലിക്കട്ടെ. ഈ രാത്രി സാധാരണ രാത്രിയായിട്ടല്ല. നിങ്ങളുടെ വീടുകളിൽ മന്ത്രവാദത്തോടോ ക്ഷുദ്രപ്രവൃത്തിയോടോ ബന്ധപ്പെട്ട എല്ലാ മേഖലകളോടും യാത്ര പറയണം. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. കൂടോത്രം ചെയ്യുന്നവരാരും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം.
എന്താ കൂടോത്രം? കൂടോത്രം എന്ന പ്രയോഗം പോലും തെറ്റാ. ഗൂഢപത്രം എന്നാണ് പ്രയോഗം ശരി. ഒരു വ്യക്തിക്ക് വരേണ്ട ശിക്ഷാക്രമങ്ങളും ശാപവാക്കുകളും ഒരു തകിടിലോ ഏലസിലോ തയ്യാറാക്കി എഴുതിയിട്ട് ആ ഗൂഢപത്രം പ്രത്യേക വിധിപ്രകാരം മന്ത്രോച്ചാരണത്തോടുകൂടെ സ്ഥാപിക്കുന്നതാണ് ഗൂഢപത്രം. അതിനെ ലോപിച്ചു കൂടോത്രം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അന്യദൈവത്തോടുള്ള ബന്ധത്തിൽ രണ്ട് ഉൾപ്പിരിവുകളുണ്ട്. ഒന്ന് ശക്തിയുടെ ഭാഗം, മറ്റൊന്ന് അറിവിന്റെ ഭാഗം. ശക്തിയുടെ ഭാഗം ഉപയോഗിച്ച് ഒരാൾക്ക് ദോഷം ചെയ്യുന്നവരാരും ഇതിനകത്തില്ല. പക്ഷേ അറിവിന്റെ ഭാഗം ഉപയോഗിച്ച് ജ്യോത്സ്യം, കൈനോട്ടം ആദിയായ അറിവിന്റെ ഭാഗം ഉപയോഗിച്ച്, ദൈവത്തിന് സ്തോത്രം, ഹസ്തരേഖാ ശാസ്ത്രം ആദിയായ അറിവിന്റെ ഭാഗം ഉപയോഗിച്ച് വ്യക്തി ജീവിതത്തിന്റെ ഭാവി അറിയാൻ ചെവി കൊടുക്കുകയോ ആത്മീയ വിഷയത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരു കൈനോട്ടക്കാരന്റെ മുൻപിൽ കൊണ്ട് കൈ കാട്ടുകയോ ചെയ്താൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന ഭൂതാത്മാവേതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ സാധാരണ പാപത്തെക്കാൾ ജാഗ്രതയുള്ള പാപമായി അതിനെ കാണണം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം ഒരു മൃതദൈവമല്ല, ഞാൻ സേവിക്കുന്ന ദൈവം ശിലദൈവമല്ല, ഞാൻ സേവിക്കുന്ന ദൈവം വൃക്ഷദൈവമല്ല, ഞാൻ സേവിക്കുന്ന ദൈവം മലദൈവമല്ല, ഞാൻ സേവിക്കുന്ന ദൈവം ഉന്തളക്കണ്ണും കോമ്പല്ലുമായി കയ്യിൽ വെട്ടുകത്തിയുമായി നിൽക്കുന്ന ദൈവമല്ല, ഞാൻ സേവിക്കുന്ന ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവന്റെ മുൻപിൽ ആരാധിക്കുന്ന ദൈവമക്കളിൽ കാണുന്ന ചലനങ്ങളുടെ മേൽ കരത്തിന്റെ കരം ചലിച്ചാൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്, നാം ആരെയാ സേവിക്കുന്നതെന്ന്. ആവർത്തന പുസ്തകത്തിൽ വായിച്ച 18-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ കുറിച്ചുകൊള്ളുക. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന് 18-19. നിങ്ങളുടെ വീടുകളിൽ വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ടൊരു ജ്യോത്സ്യ ഗ്രന്ഥം പോലും ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ വീടിന്റെ അതിർത്തികൾ സൂക്ഷിക്കാൻ മറക്കരുത്. സമയം ചുരുക്കം കൂടി പറഞ്ഞുവിടുക. നിങ്ങളുടെ വീട്ടിൽ ഭാവി അറിയത്തക്ക വിധത്തിലുള്ള ഫലപ്രവചനത്തിന്റെ, നക്ഷത്ര പ്രവചനത്തിന്റെ, പഞ്ചാംഗ പ്രവചനത്തിന്റെ ജ്യോത്സ്യ ഗ്രന്ഥം പോലും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അന്യാരാധനയോട് ബന്ധപ്പെട്ട സകലതും നിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടാകാതിരിക്കാൻ നിന്റെ അതിർത്തി സൂക്ഷിച്ചുകൊള്ളുക. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്തിൽ നിന്റെ ഭവനം മറഞ്ഞിരിക്കട്ടെ. സകലവിധ സാത്താന്യ ബന്ധനത്തിന്റെ സ്വാധീന വലയത്തിന്മേൽ രാത്രി ആത്മമണ്ഡലത്തിൽ ജയമെടുക്കണം. വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചു വിട്ടാട്ടെ. നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. പറയുന്ന ജാതികളുടെ മ്ലേച്ഛതകൾ, പദങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ രണ്ടായി തിരിക്കണം. ഒന്ന് ശക്തിയുടെ, പവറിന്റെ ഭാഗം, മറ്റൊന്ന് നോളജിന്റെ ഭാഗം. ഇത് 18 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞത് ഓരോന്നും എടുത്ത് വിശദീകരിക്കുന്നതിന് നിങ്ങൾ ഒന്ന് വിവേചിച്ചാൽ മതി. അതിൽ പവറിന്റെ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ ദേവരൂപങ്ങളുടെ മുൻപിൽ ബലി കഴിച്ചാൽ അതിൽ പുറപ്പെടുന്ന ശക്തിയെ വിശ്വസിക്കുന്ന അന്യദൈവ പൂജ നമ്മൾ ചെയ്യുന്നില്ല. ക്ഷുദ്രപ്രയോഗം നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ പവറിന്റെ ഭാഗം നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്നെ അറിവിന്റെ ഭാഗം, ആ അറിവാണ് കൈനോട്ടം, ആ അറിവാണ് ജ്യോതിഷം, ആ അറിവാണ് ഭാവി രേഖകൾ എഴുത്ത്, ആ അറിവാണ് മറ്റു പലതും, ആ അറിവാണ് പലരുടെയും കയ്യിൽ രഹസ്യമായി കാണുന്ന മന്ത്രവാദത്തോട് ബന്ധപ്പെട്ട ഹിന്ദുയിസത്തിന്റെ ഗ്രന്ഥങ്ങൾ. എന്തിനേറെ വചനം ആഴത്തിൽ പഠിച്ചാൽ സൂര്യ നമസ്കാരത്തോടെ ആരംഭിക്കുന്ന യോഗാക്രമം മുതൽ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാക്കളെ തിരിച്ചറിയാൻ ദൈവമക്കളുടെ കണ്ണ് തുറക്കണം. വായിച്ചാട്ടെ. ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. അടുത്ത വാക്യം. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. അടുത്ത വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം എന്ന് മനസ്സിലാക്കണം. വാഗ്ദത്ത ദേശത്ത് നേരത്തെ താമസിച്ച നിവാസികളുടെ പാപം അന്യദൈവത്തിന്റെ ആരാധനയോട് ബന്ധപ്പെട്ട് ശക്തിയുടെയും അറിവിന്റെയും മണ്ഡലങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ, കൃപ പ്രാപിച്ച പുതിയ നിയമ വിശ്വാസി നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് ഏതെന്ന് കാണാൻ ഇന്ന് രാത്രി നിന്റെ കണ്ണുയരണം.
സ്തോത്രം. ഞാൻ ഈ രാത്രി പറയട്ടെ, യാതൊരു പൈശാചിക ദേവതമാർക്കും, ഒരു അന്യദൈവ പൂജാശക്തികൾക്കും, ഒരു ക്ഷുദ്രപ്രയോഗത്തിന്റെ കോവിലുകൾക്കും, ഒരു ആവാഹിച്ചുവിട്ട ദുരാത്മ വ്യാപാരങ്ങൾക്കും, ഒരു മാസാരംഭങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങൾക്കും എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് രാത്രി അവറ്റകളോട് പടപൊരുതാൻ കുഞ്ഞാടിന്റെ രക്തത്തിൽ മറയേണ്ട രാത്രിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി നിങ്ങളുടെ കണ്ണുകൾ ദൈവ ദർശനത്തിലേക്കൊന്ന് ക്ഷണിക്കുക. നിങ്ങൾ ഈ രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം സേവിക്കുന്ന ദൈവത്തെയും തിരിച്ചറിയണം. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന്. നിങ്ങൾ ഒരു സെക്കൻഡ് എന്നോടൊപ്പം വന്നാട്ടെ. സമയപരിമിതി കൊണ്ട് ഞാൻ പറഞ്ഞു ഉദ്ധരിക്കാം, നാളെ ഇതിന്റെ ബാക്കിയും പറയാം. ശ്രദ്ധിക്കാം, മഹാദൈവം ആരാണ്, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഇന്ന് കാണാൻ നിങ്ങളുടെ കണ്ണ് ഈ യോഗത്തിൽ ഇരിക്കുന്ന ഒടുവിലത്തെ മിനിറ്റുകളിൽ ഈ ക്ലാസ്സിൽ ഒന്ന് തുറന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇന്ന് രാത്രി പറയാം, നാളെ നിന്റെ തലമുറയ്ക്കെതിരെ, നാളെ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നാളെ നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നാളെ നിന്റെ ആത്മീയ ഭാവിക്കെതിരെ, നാളെ ഈ കുവൈറ്റ് പട്ടണത്തിലെ നിന്റെ ആരോഗ്യത്തിനെതിരെ, നാളെ നിന്റെ ജോലിക്കെതിരെ, നാളെ നിന്റെ യാത്രയ്ക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിയിലിരുന്ന് ആത്മാവിൽ പടപൊരുതിയാൽ അതിനെ ബന്ധിക്കാനുള്ള അധികാരം നിന്റെ നാവിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഓർക്കുക, അവറ്റകളെക്കാൾ ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവമക്കളുടെ അന്യഭാഷയുടെ ശക്തിയൊക്കെ ഇന്ന് രാത്രിയും തിരിച്ചറിയണം. നിന്റെ നാവിൽ വ്യാപരിക്കുന്ന അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്. സാത്താന്യ ശക്തികൾ ചിലതിനെ ബന്ധിച്ചാൽ ആത്മമണ്ഡലത്തിൽ പോരാടുന്ന ദൈവമക്കളുടെ നാവിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് അന്യഭാഷയിൽ പോരാടി നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് മഹാദൈവത്തോട് പ്രാർത്ഥനയിൽ സംസാരിക്കത്തക്ക വിധം ആത്മാവിനൊരു തലമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് കാണാൻ നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തിക്കേ. ഗ്ലോറി, ഹല്ലേലൂയ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ ഇന്ന് രാത്രി ഇനിയുള്ളൊരു 10-20 മിനിറ്റ് കടന്നു പോകുക നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഗ്രഹിക്കാൻ. നമ്മളൊന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് എഴുന്നേറ്റ് പോകുമ്പോ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുമെങ്കിലും നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് എന്താണെന്നൊന്ന് കാണാൻ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറന്നാൽ ഈ അന്യ ദൈവങ്ങളോടുള്ള വെറുപ്പ് നമ്മിൽ വർദ്ധിക്കുകയും നമ്മുടെ നാഥനോടുള്ള സ്നേഹം നമ്മുടെ അകത്ത് തിളയ്ക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, വേദപുസ്തകത്തിൽ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ മഹാദൈവം തന്റെ മുഴുപ്രതാപത്തോടെ, തന്റെ സ്വാധീനത്തോടെ, മുഴുപ്രതാപത്തോടെ ആദ്യം ഇറങ്ങി വന്ന സ്ഥലം ഇവിടെ. സൺഡേ സ്കൂൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നേ. മഹാദൈവം തന്റെ മുഴുപ്രതാപത്തോടെ ആളത്വപരമായി ആദ്യം ഇറങ്ങി വന്ന് ലിറ്ററലായി, ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ മഹാദൈവം ആദ്യമായി നേരിട്ട് ലിറ്ററലായി ഇറങ്ങി വന്ന സ്ഥലം എവിടെയാ? നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ വായിപ്പിക്കുന്നില്ല സമയച്ചുരുക്കം കൊണ്ട്. ഒരു കർത്തൃദാസൻ മലയുടെ മുകളിൽ കൂടെ ആട് തീറ്റി ബേ ബേ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന സമയം ഒരു പ്രത്യേക കാഴ്ച മലയുടെ മുകളിൽ കാണുക. ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു. കത്തുന്ന മുൾപ്പടർപ്പിനകത്തോട്ട് നോക്കിയപ്പോൾ എന്റെ ചിന്ത ഞാൻ പറയാം, ഇലകൾ ആടുന്നു, കാറ്റിനകത്ത് ഇല കത്താതെ ആടുന്നു, തീക്കകത്ത് ഇല കത്താതെ ഉയർന്നു നിൽക്കുന്നു. മുൾപ്പടർപ്പ് എരിയുന്നില്ല, എരിഞ്ഞമരാത്ത മുൾപ്പടർപ്പ് തീയിൽ ജ്വലിച്ചു കത്തുന്നു. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഈ വിശേഷ കാഴ്ച കാണാൻ ദൈവത്തിന്റെ ദാസൻ മോശ അങ്ങോട്ട് നടന്നെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, കുലദൈവങ്ങളും വെച്ചുപൂജകളും കേവലം ഒരു വടിയങ്ങോട്ടിട്ടാൽ സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് പത്തി വിരിച്ചടുത്ത് മുൻപിലിരിക്കുന്ന വസ്തുക്കളെ ലിറ്ററലായി വിഴുങ്ങുന്ന ക്ഷുദ്രപ്രയോഗവും നൈൽ ദേവിയുടെ ശക്തിയും കുതിച്ചു വാഴുന്ന അടിമത്വത്തിന്റെ ഈജിപ്ഷ്യൻ നാട്ടിൽ ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്ഷ്യൻ മന്ത്രവാദികളുടെയും വെച്ചാരാധനകളുടെയും മധ്യത്തിൽ നിന്നും ഒരു വിടുതലിനായി കൊതിക്കുന്ന കർത്തൃദാസന്റെ അകത്തെ രോദനം മഹാദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എത്തിയപ്പോ എന്റെ ദൈവം തീരുമാനിച്ചു, ഈജിപ്തിൽ വാഴുന്ന കുലദൈവങ്ങളെക്കാൾ വലിയവനാണ് ഞാനെന്ന് എന്റെ ദാസനെ മനസ്സിലാക്കാൻ ഇറങ്ങി വരാൻ പോവുക.
രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്റെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾക്ക് ഉത്തരം തരാൻ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് കഴിയുകയില്ലെങ്കിലും ഒരു ദിവസം അതിന് മറുപടി തരാൻ നിന്റെ ദൈവം ഇറങ്ങിയാൽ അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഓർക്കുക. ഈ കർത്തൃദാസൻ നടന്നങ്ങോട്ട് അടുത്ത് കയറി ചെല്ലുമ്പോൾ തീക്കകത്തൊരു ശബ്ദം, മോശേ മോശേ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. അടുത്ത പ്രയോഗം, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇല്ല മോശേ, ഇനിയും ഈജിപ്തിലെ ദേവന്മാരോട് കണക്ക് തീർക്കുന്ന ദിവസങ്ങൾ വരികയാ. അവന്റെ നൈൽ നദി എത്ര വലിയ ദേവിയാണെങ്കിലും അവളെ ഞാൻ രക്തമാക്കുന്ന മണിക്കൂറുകൾ അടുത്തു വരികയാ. അവന്റെ മന്ത്രവാദികളുടെ വടികൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും എന്റെ ശക്തി അവറ്റകളെ വിഴുങ്ങുമെന്ന് വ്യക്തമാക്കാൻ തുടങ്ങുകയാ. അവിടുത്തെ ക്ഷുദ്രപ്രയോഗത്തിന്മേൽ, അവിടുത്തെ മന്ത്രവാദത്തിന്മേൽ, അവിടുത്തെ ദുരാത്മ വ്യാപാരത്തിന്മേൽ, അവിടുത്തെ ശാപത്തിന്റെ കെട്ടുകളുടെ മേൽ നാളുകളായി ദൈവജനത്തെ അടക്കി വാഴുന്ന പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അടുത്ത ചില മണിക്കൂറുകൾ പ്രവഹിക്കാൻ തുടങ്ങുന്നു. എന്റെ മുൻപിൽ ദൈവത്തെ ആരാധിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ, ഇത് കേവലം ഒരു ക്ലാസ് ആണെങ്കിലും ഇതിനകത്ത് ആത്മാവിൽ കാണുക, നീ സേവിക്കുന്ന ദൈവം ഇറങ്ങി വന്നാൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധം നിന്റെ അകത്തേക്ക് ഇന്ന് രാത്രിയിലെ ദർശനം വ്യാപരിക്കട്ടെ. നാം സേവിക്കുന്ന ദൈവമാര് പിടിച്ചു നിൽക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയാത്ത വിധം തീയിലിറങ്ങുന്നവൻ. ഇന്ന് രാത്രി ഈ ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ആത്മമണ്ഡലത്തിൽ പ്രവഹിച്ചാൽ നിന്റെ ശരീരത്തെ കത്തിക്കുന്ന തീയല്ലിത്. അതിനകത്ത് ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ബീജങ്ങൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കത്തിക്കാനുള്ള ശക്തി ഇന്ന് രാത്രി ഈ തീക്കുണ്ട്. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഈ ക്ലാസിന്റെ ഈ 5ാമത്തെ രാത്രിയിൽ വിശ്വസിക്കുന്ന നിന്റെ മർത്യകൂടാരത്തിലേക്ക്, നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിലേക്ക്, മറുപടി കിട്ടാതെ ഭാരപ്പെടുന്നതിന്റെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങിച്ചെല്ലുന്നു. ആ തീയുടെ വ്യാപാരം നിന്റെ മേൽ വ്യാപരിച്ചാൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തികൾക്ക് കഴിയുകയില്ല. അവനൊരു തീയായിട്ട് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി പ്രവചനത്തിനായി ദൈവശക്തി നിന്റെ അധരങ്ങളിൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദർശനത്തിനായി നിന്റെ ദൈവശക്തി നിന്റെ കണ്ണുകളിൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവശബ്ദത്തിനായി ദൈവശക്തി നിന്റെ ചെവികളിൽ വ്യാപരിക്കട്ടെ. ഇരിക്കുന്നത് ക്ലാസിനകത്താണെങ്കിലും ആത്മ കണ്ണുകൾ ഉയർത്തി ഹോരേബിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം കാണുക. ഈ രാത്രി ആരാധിക്കുന്ന നിനക്കെതിരെ നാളുകളായി പണമുയർത്തിയിരിക്കുന്ന പൈതൃകമായി വ്യാപരിക്കുന്ന ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും അതിനെ ബന്ധിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ തീ നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ ഒരു ഈജിപ്തിന്റെ മന്ത്രവാദിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഗ്ലോറി, ഹല്ലേലൂയ. മോശേ, നീ കണ്ട തീയുടെ പുറകെ താളത്തിനൊത്തു തുള്ളാൻ, ഒഴുക്കിനൊത്തൊഴുകാൻ വരേണ്ടവരല്ല ഈ ജനം. നീ എന്നെ കണ്ടെങ്കിൽ ഈ ജനവും എന്നെ ഒന്ന് കാണണം. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, മഹാപുരോഹിതന് മാത്രം പ്രത്യക്ഷത നൽകിക്കൊണ്ട് ഉണങ്ങിക്കൂടുന്ന ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. കൊതിക്കുന്ന ഏതൊരു ഭക്തന് വേണ്ടിയും ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് ഈ ജനത്തെ പർവ്വതത്തിന്റെ അടുക്കലേക്കൊന്ന് പുറപ്പെടുവിക്ക്. 3 ദിവസം വസ്ത്രം അലക്കി നിങ്ങൾ വിശുദ്ധരായിരിക്കണം. 3-ാം ദിവസം ഞാനൊന്ന് ഇറങ്ങാൻ പോവുകയാണ്. രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്നത് ക്ലാസ്സിലാണെങ്കിൽ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കിക്കേ. ദൈവത്തിന്റെ ദാസന്റെ നേതൃത്വത്തിൽ ജനം പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ 3-ാം ദിവസം കാഹളനാദം ഉറച്ചുറച്ചുറച്ചു വന്നപ്പോൾ മഹാദൈവം തീയിൽ സീനായിൽ ഇറങ്ങി. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ സന്തോഷിക്കുന്ന ദൈവമല്ല, 2 തൊട്ടിട്ട് കഴിയുമ്പോൾ ആനന്ദിക്കുന്ന ദൈവമല്ല, കുരിശടിയുടെ മുൻപിൽ കുത്തിയിരിക്കുന്ന ദൈവമല്ല. ഞാൻ ആരാധിക്കുന്ന ദൈവം തീയാണ്. പെരിഞ്ചൂളയിൽ നിന്ന് തീ പൊങ്ങുന്നത് പോലെ പർവ്വതം നിന്ന് വിറയ്ക്കുന്നു. ഈ ഇറക്കി ഇറങ്ങി വരുന്നവൻ ആര്? ഇത് സാധാരണക്കാരനല്ല, ഞാൻ സേവിക്കുന്ന മഹാദൈവം ഇറങ്ങുന്നു. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അയ്യോ, ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് പറയത്തക്ക വിധം ആ കാഴ്ച ഭയങ്കരമായിരുന്നു.
കണ്ടോ? ഒരു മല നിന്ന് വിറയ്ക്കത്തക്ക വിധം മഹാദൈവം പെരിഞ്ചൂളയിലെ തീക്ക് തുല്യമായ തീയിൽ ഒരു പർവ്വതത്തിന് മുകളിൽ ഇറങ്ങുക. അങ്ങനെയാണ് നമ്മുടെ ദൈവം ആരാ? മെഴുകുതിരിക്കാലിന്റെ പുറകിൽ ആനന്ദിക്കുന്ന ദൈവമല്ലിവൻ. സ്തോത്രം. 2 തൊട്ടിട്ടാൽ ഉടനെ വാഗ്ദത്തം ചെയ്യുന്ന ദൈവമല്ലിവൻ. കോഴി നേർച്ച കൊടുത്തു കഴിയുമ്പോൾ ചോര കുടിക്കാനിരിക്കുന്ന ദൈവമല്ലിവൻ. അവൻ സാക്ഷാൽ തീയാണ്. ഇവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു മന്ത്രവാദിക്കും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു ശാപശക്തികൾക്കും ഒരു ഭൂതാത്മാവിന് കഴിയുകയില്ല. അവൻ ഇറങ്ങിയാൽ തീയായിട്ടിറങ്ങും, ഇറങ്ങിയാൽ പർവ്വതം വിറയ്ക്കും. ഇനി നിങ്ങൾ നോക്ക്, കേബാർ നദിയുടെ തീരത്ത് ഒരു ദിവസം ഈ കർത്താവ് ഇറങ്ങി. എഴുതിയിരിക്കുന്ന വാക്കുകൾ എന്റെ ഭാഷ കൊണ്ട് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വടക്ക് നിന്നൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നു. എന്ന് എഴുതിയിരിക്കുന്ന വാചകം ഇതാ: വടക്ക് നിന്നൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നു. അതിന് നടുവിൽ ചക്രങ്ങളുടെ ഒരു കാഴ്ച. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഈ കാഴ്ചയ്ക്ക് മുകളിൽ ഒരു നീലക്കല്ല് പടുത്ത ദർശനം. അതിന്റെ മീതെ ഒരു സിംഹാസന രൂപം. സിംഹാസനത്തിനകത്ത് ഒരു തീരൂപ ദർശനം. അതിൽ ഒരു പുരുഷ രൂപം ഇരിക്കുന്നു. അവന്റെ ദേഹം തീ പോലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ആരാ? നാം സേവിക്കുന്ന ദൈവം ആരാ? ഇന്ന് രാത്രി ഇവിടെ ദൈവത്തെ ആരാധിക്കും ദൈവമൈതലേ, ഇത് സങ്കല്പമല്ല, ഇവൻ തീയാണ്. മുഴങ്കാൽ മടക്കി കേബാർ നദീതീരത്ത് കരയുന്ന ഭക്തനെ തേടി ചെന്നവനാണ് മഹാദൈവത്തിന്റെ സിംഹാസന ദർശനമെങ്കിൽ നീ ഇരിക്കുന്ന കുവൈറ്റിലെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിനക്ക് വേണ്ടി തേടി ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ് ഈ രാത്രി നാം ആരാധിക്കുന്ന ദൈവം. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം ആരാ? അവൻ സാക്ഷാൽ തീയാ. ഇനി നിങ്ങൾ പുത്രനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ കർത്താവ് ആരാ? എഴുതിയിരിക്കുന്ന വാക്കുകൾ അതുപോലെ ഞാൻ ഉദ്ധരിക്കാം. നട്ടുച്ച നേരത്ത് സൂര്യന്റെ തേജസ്സിനെ, പ്രഭയെ കവിയുന്ന ഒരു പ്രകാശം ശൗലിന് ചുറ്റും മിന്നി. കണ്ണിന്റെ ഫ്യൂസ് അടിച്ചുപോയി. ഞാൻ ചോദിക്കട്ടെ, നട്ടുച്ചയ്ക്ക് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മീതെ തിളച്ചു തുള്ളി കുതിച്ചു കയറി നിൽക്കുമ്പോ കണ്ണങ്ങോട്ട് തുറന്ന് സൂര്യനെ നോക്കാൻ ശക്തിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന സൂര്യനെ കാണാൻ എന്റെ കണ്ണിന് ശക്തിയില്ലെങ്കിൽ അതിനെ കവിയുന്ന പ്രകാശധാരയിൽ മുങ്ങിക്കുളിച്ചാണ് എന്റെ യേശു ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങി വന്നതെങ്കിൽ മറിയയുടെ കയ്യിലെ കീറ്റുശീലയിൽ കിടക്കുന്ന ഉണ്ണിയേശുവല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. അവൻ സാക്ഷാൽ തീയാണ്. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മൾ പത്മോസിലേക്ക് നോക്കിയേ. ഈ ജീവനാഴി അവിരാമം അലയടിച്ചുയരുന്ന തിരമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങൾ തുഷാരവർഷ സമാനം തളിച്ചുയർന്നു നിൽക്കുന്ന പത്മോസ് ഒരുക്കിയ പശ്ചാത്തലത്തിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നടന്നു നീങ്ങുന്ന ദൈവപുത്രന്റെ ദർശനത്തിന് മുൻപിൽ എഴുതിയ വാക്കുകൾ: സൂര്യന്റെ തേജസ്സിനെ കവിയുന്ന പ്രകാശധാരയിൽ അവന്റെ മുഖം ശക്തിയോടെ മിന്നിത്തിളങ്ങുക. അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ എന്റെ കർത്താവ് തീയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം തീയാണ്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് തീയാണ്. ഇനി പുത്രനായ കർത്താവ് തീയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താ? നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്താ ഇറങ്ങി വരുന്നത്? കാണുന്ന കാഴ്ചയിൽ പറഞ്ഞാൽ ലിറ്ററലായി തീ ഇറങ്ങുക. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കും ദൈവവൈതലേ, ഇത് വാടകയ്ക്ക് വന്നതല്ല, ഇത് ചിട്ടിക്ക് പിടിച്ചതല്ല, ഇത് ലേലത്തിനെടുത്തതല്ല. മരണം വരെ നിന്റെ അകത്ത് വസിക്കാൻ തീ പോലെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവ് അശുദ്ധിയെ ദഹിപ്പിക്കുന്ന തീയായി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ തൃത്വം ഒരുമിച്ചിറങ്ങിയാൽ അത് തീയായിട്ടിറങ്ങും. ഞാനിന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, പരിശുദ്ധാത്മ വ്യാപാരം അനുഭവിച്ചടങ്ങളിലെ രംഗങ്ങൾ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചു നോക്ക്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സാധാരണ കുട്ടിക്കളിയല്ല, തീക്കളി തന്നെയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പണ്ഡിതരമാഭായിയുടെ മുക്തി മിഷനാണ് 1904 ആദ്യമായിട്ട് ആത്മവ്യാപാരം ഇന്ത്യയിൽ ഇറങ്ങിയ രംഗം. എന്നെ ഇതിൽ ചിന്തിപ്പിച്ച വിഷയം ഞാൻ പറയാം. ഞാന്
ഇംഗ്ലണ്ടിൽ കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ പോയപ്പോൾ വെയിൽസിൽ പോയി. വെയിൽസിൽ ചെന്നപ്പോൾ വെയിൽസിൽ ഒരു കലണ്ടർ തൂക്കിയിട്ടിട്ട് കൽക്കരി തൊഴിലാളികൾ 1904 പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ ടൈമും കലണ്ടറോടെയുണ്ട്. ആ കലണ്ടറിലൊക്കെ നോക്കിയപ്പോ കാണുന്ന കാഴ്ച ബോംബെ എന്ന ഭാഗം അവരടയാളപ്പെടുത്തിയിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു. അവർ പറഞ്ഞ കാര്യം എന്നെ ഞെട്ടിപ്പിച്ചതാണ്. ബോംബെ എന്നുള്ള ഭാഗം വെളുപ്പിനെ കൽക്കരി തൊഴിലാളികൾ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തോടനുബന്ധിച്ച് അതേ സമയമാണ് അത് പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷൻ ആശ്രമത്തിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഇത് കഴിഞ്ഞ് പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷൻ ആശ്രമത്തിൽ നേരിട്ട് ചെന്നിട്ട് അവിടുത്തെ ഗൈഡിനോട് ചോദിച്ചു, എവിടെയാണ് ഈ അനുഭവം നടന്നത്, വിശദീകരണങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: 40 ദിവസത്തെ പ്രാർത്ഥന ഇവിടെ നടക്കുകയാണ്. 2000-ഓളം അന്തേവാസികൾ ഇവിടെ ഉണ്ട്. 2000-ഓളം അന്തേവാസികളുണ്ട്. ഇത് 2 പേര് വീതം പ്രാർത്ഥന നടക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി മറ്റൊരു സഹോദരി ഒരു കൊച്ചുമുറി എന്നെ കാണിച്ചു. കൽത്തറയുള്ള ഒരു കൊച്ചുമുറി. ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മുൻപിലിരിക്കുന്ന സഹോദരിയുടെ ദേഹത്തിൽ ലിറ്ററലായി തീ കത്തുക. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ്, തീ 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 തീ, ബക്കറ്റിൽ വെള്ളവുമായി വാ, തീ കത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആളുകൾ ഓടിക്കൂടിയപ്പോൾ തീയല്ല, ഈ സഹോദരി മുട്ടിന്മേലിരുന്ന് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. 2000-ഓളം ആളുകൾ ആ മുട്ടിന്മേലിരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്ന സംഘത്തിന് മുൻപിൽ മുട്ടുമടക്കുകയും ആത്മവ്യാപാരം അണപൊട്ടി ഒഴുകി ഇറങ്ങുകയും അതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ രമാഭായിയുടെ മുക്തി മിഷനിൽ ആശ്രമത്തിൽ അടുത്ത ദിവസങ്ങളിൽ വെളിപ്പെടുകയും ചെയ്തപ്പോൾ പെന്തക്കോസ്തിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ സങ്കല്പത്തിലോ കേവലം വേദശാസ്ത്രത്തിലോ അല്ല, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയും തീ പോലെ ഇറങ്ങാൻ കഴിവുള്ള ദൈവശക്തിയിൽ വിശ്വസിക്കുന്നു. അത് അനുഭവിച്ചറിയുന്ന ഒരുപറ്റം ദൈവമക്കൾ എന്റെ മുൻപിലുണ്ട്. ഈ 12-ാം മണിനേരം, ശ്രദ്ധിക്ക്, 12-ാം മണിനേരം അടഞ്ഞു കിടക്കുന്ന വിഷയത്തിന് നടുവിലേക്ക് ദൈവശക്തി നിനക്കകത്ത് വ്യാപരിച്ചാൽ നിനക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ കരം ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു ക്ഷുദ്രപ്രയോഗത്തെയോ ഒരു മന്ത്രവാദത്തെയോ ഒരു ജ്യോത്സ്യ ശക്തിയെയോ ഒരു മന്ത്രവാദ ഗ്രന്ഥത്തെയോ ഒരു ലക്ഷണവിദ്യയോ ആശ്രയിക്കാൻ കഴിയാതെ പ്രാർത്ഥനാമുറിയിൽ മുഴങ്കാൽ മടക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള നാഥന്റെ കരം ഇവിടെ ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. അവന്റെ കരം ഇതിനകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ പറയട്ടെ, രമാഭായിയുടെ മുക്തിമിഷനിൽ നടന്ന മറ്റൊരു സംഭവം അടുത്ത ദിവസങ്ങളിൽ അവരോട് വിശദീകരിച്ചു. അവർ വിശദീകരിച്ച കാര്യം ഇങ്ങനെയാണ്: 2000 അന്തേവാസികൾക്ക് 1 മണി ചോറില്ല. ദൈവത്തിന് സ്തോത്രം. രമാഭായിയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഉച്ചയ്ക്ക് 12:30 ബെല്ലടിക്കും. എല്ലാവരും പിച്ചപാത്രം പോലെ പാത്രവുമായിട്ട് കിച്ചന്റെ മുന്നിൽ വരും. ആവശ്യമായ ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ഇതാ 1 മണി ചോറില്ല. അപ്പോൾ രമാഭായി പറഞ്ഞു, ദൈവം പ്രവർത്തിക്കും, വെള്ളം തിളപ്പിക്കൽ. ഞാനിന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ പറയട്ടെ, നിന്റെ മേൽ, നിന്റെ ഭർത്താവിന്റെ മേൽ, നിന്റെ ഭാര്യയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് കട്ടിലിന്റെ അടുക്കലേക്ക് വലിച്ചിട്ട് മുട്ടിന്മേലിരുന്ന് കൈകോർത്ത് പിടിച്ച് നിന്നിൽ വ്യാപരിക്കുന്ന ആത്മവ്യാപാരത്തിൽ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിച്ച് വിഷയത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചാൽ മനുഷ്യന്റെ കരത്തിന് പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിലും അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ കരം ഇന്ന് വരെ കണ്ടെത്തില്ലാത്ത ചില അധ്യായങ്ങൾ അതിനെ മുൻപിൽ തുറക്കാൻ ശക്തിയുള്ളതായി ഇന്ന് രാത്രിയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവം പ്രാപിച്ച അനേകർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. വിശ്വാസ കണ്ണുകളാൽ കാണും. എന്തിന്? ആ സഹോദരി മുട്ടിന്മേലിരുന്ന് ജാഗരിക്കാൻ തുടങ്ങി. ജാഗരിച്ച സ്ഥലവും എന്നെ കാണിച്ചു. 12 12:30 1 മണി അരിയില്ല, വെള്ളം തിളയ്ക്കുന്നു. 12:30 ബെല്ലടിച്ചു. എല്ലാവരും പാത്രം കഴുകി കിച്ചന്റെ മുൻപിലേക്ക് അടുക്കുന്ന സമയം 12:45 കഴിയുന്നു. 1 മണി അടുക്കുന്നു. ഈ സമയം തൊട്ടടുത്ത അതേ പൂനെയിലെ ഇന്ത്യൻ നേവി ക്യാമ്പിൽ നിന്നും ഒരു കത്ത് ഒരു ശിപായി കൊണ്ട് കൊടുത്തു. ആ കത്തെന്നറിയാമോ? 2000 പട്ടാളക്കാർക്കുള്ള ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കി. ഗവൺമെന്റ് പട്ടാളത്തെ മറ്റൊരു മേഖലയിൽ വിന്യസിപ്പിച്ചതുകൊണ്ട് ഭക്ഷണം അധികം വന്നിരിക്കുന്നു. നിങ്ങളുടെ സാധു സംഘത്തിന് വേണമെങ്കിൽ തരാം. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചോ? അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചോ? അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചോ? ഇന്ന് രാത്രി വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലി, ഒരു നേരവും നോക്കണ്ട, ഒരു കാലവും നോക്കണ്ട, ഒരു രാഘുവേളയും നോക്കണ്ട, ഒരു ക്ഷുദ്രത്തിനും പോകണ്ട, ഒരു മന്ത്രവാദിയെയും കാണണ്ട. അവന്റെ ശക്തിയും ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയും നിരന്തര ശത്രുതയിലാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അവറ്റകളെ മുഴുവൻ കാലുകൊണ്ട് ചവിട്ടിയെത്ത് പറയുന്നു, എന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചാൽ നിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ ബന്ധിക്കാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക തുടങ്ങിക്കും.
എല്ലാ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, എല്ലാ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നാളെ രാത്രി ക്ലാസിന്റെ ഒടുവിലത്തെ രാത്രിയാ. നാളെ രാത്രി ഇതൊരു സാധാരണ രാത്രിയായി തീരുകയില്ല. ചില ദൈവപ്രവർത്തികൾ നടക്കുന്ന രാത്രിയായി ക്ലാസുകൾ തീരും. പരിശുദ്ധാത്മാവ് തന്നെ ഇവിടെ ഇടപെടും. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്നതിൽ ആത്മാവിൽ കാണുക. ഈ രാത്രി നിന്റെ കൈ തൊടാൻ കഴിയാത്ത അകലത്തിൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുകയാ. നിന്റെ കൈ തൊടാൻ കഴിയാത്ത അകലത്തിൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുകയാ. ഒരിക്കലും വിടുവിക്കപ്പെടുകയില്ല, ഒരിക്കലും തല ഉയർത്തുകയില്ല, ഒരിക്കലും ഉദ്ധരിക്കപ്പെടുകയില്ല, ഒരിക്കലും ഈ അധ്യായം മാറുകയില്ല, ഒരിക്കലും കണ്ണുനീര് തോരുകയില്ല, ഒരിക്കലും ഈ വിഷയത്തിന് പരിഹാരം വരികയില്ല എന്ന് നിന്റെ മനസാക്ഷി നിന്നോട് പറയുമ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ഹോരേബിൽ വെളിപ്പെട്ട തീയുടെ വ്യാപാരം, സീനായിൽ വെളിപ്പെട്ട തീയുടെ വ്യാപാരം, പത്മോസിൽ ഇറങ്ങി വന്ന തീയുടെ വ്യാപാരം, ഖേബാർ നദീ തീരത്തിറങ്ങിയ തീയുടെ വ്യാപാരം, സെഹിയോൻ മാളിയ മുറിയിറങ്ങിയ തീയുടെ വ്യാപാരം ഇന്ന് രാത്രി ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ ക്ലാസ് മുറിയെ ദൈവശക്തി ശുദ്ധീകരിക്കുന്നു. ഈ അഭിഷേകത്തിന്റെ തൈല നദി ഇതിനകത്ത് ആത്മമണ്ഡലത്തെ ഒഴുകുകയാണ്. ചിലതിനെ ബന്ധിക്കാൻ, ചിലതിനെ ശാസിക്കാൻ, ചിലതിന്മേൽ ജയമെടുക്കാൻ അധികാരം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. നീ ഇന്ന് രാത്രി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എതിരെ ഉയർന്നു നിൽക്കുന്ന ചിലതിന്മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, അവരുടെ വചനത്തിന്റെ അധികാരത്തോടെ ഇന്ന് രാത്രി ക്രിയ നടത്തുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. കർത്താവിന്റെ കരവതിനെ തൊടുകയാണ്. ഹംദൽ ഘടകന അധികജാതികൾ ഘടകരേ ദിഗജകൾ ഘടകരാധികന യാരകാനക ആദൽ ഘടകരേ ദിഗജാതികൾ ഘടകരാധിക ജകൾ ഘടകരാധികന യാരകാനക. പ്രാർത്ഥനയുടെ പോരാട്ടം ഇന്ന് രാത്രി നടക്കട്ടെ. പ്രാർത്ഥനയുടെ പോരാട്ടം ഇന്ന് രാത്രി നടക്കട്ടെ. അത് നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ. അത് നിന്റെ കുടുംബത്തിന്റെ മണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. അത് നിന്റെ അഭിഷേക തലത്തെ സ്പർശിക്കട്ടെ. അത് നിന്റെ സ്വഭാവ മേഖലയിൽ വ്യാപരിക്കട്ടെ. അത് നിന്റെ ഭാവനയിലേക്ക് വ്യാപരിക്കട്ടെ. അത് നിന്റെ കുടുംബ മണ്ഡലത്തിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രിയിലെ വ്യക്തികൾ ഈ ക്ലാസിന് നടുവിൽ കെട്ടഴിഞ്ഞ് സ്വതന്ത്രരാകട്ടെ. അവരുടെ ശരീരത്തോട്, അവരുടെ തലമുറകളോട്, അവരുടെ കുടുംബത്തിന്റെ വരുമാന മാർഗത്തോട് എതിരെ നിന്ന് പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഈ ക്ലാസിന് നടുവിൽ ബന്ധിക്കപ്പെടട്ടെ. ഹംദൽ ഘടകന അധികജ അധികൾ ഘടക രാധികന യാരകാനക. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നതിന്റെ അകത്തേക്ക് ആത്മാവിന്റെ തീ തൊടുകയാണ്. കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നതിന്റെ ദേഹത്തേക്ക് ആത്മാവിന്റെ തീ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഓ രക്തത്താൽ ജയം. തീ കട്ടയിൽ ഉറും ഭരിക്കത്തില്ലെങ്കിൽ നിന്നിലേക്ക് ദൈവശക്തി വ്യാപരിച്ചാൽ, നിന്നിലേക്ക് ദൈവശക്തി വ്യാപരിച്ചാൽ, സഹോദര നിന്നിലേക്ക് ദൈവശക്തി വ്യാപരിച്ചാൽ, നിന്റെ കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചാൽ ഒരു ദുഷ്ടശക്തിക്കും നിന്റെ മേൽ ആധിപത്യം പുലർത്താൻ പറ്റില്ല കേട്ടോ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി എന്റെ മുൻപിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവങ്ങൾ പറയാം. തുറന്നോസിന്റെ പാഠശാലയിൽ 12ഓളം പുരുഷന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരിച്ചിരിക്കുമ്പോ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ പുസ്തകങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തീ കൊടുക്കാൻ കാര്യമെന്നറിയാമോ? അവറ്റകളുടെ പുറകിൽ വ്യാപരിച്ച ക്ഷുദ്രപ്രയോഗത്തിന്റെ ശക്തിയെ ബന്ധിക്കത്തക്ക ശക്തിയാണ് എഫേസോസിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ പറയാം, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് വേദശാസ്ത്രം പഠിപ്പിച്ചാൽ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടത് 4 ദൈവമക്കൾ മുട്ടിന്മേലിരുന്ന് ജാഗരിച്ച് ആ ദേശത്തെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ആത്മമണ്ഡലത്തിൽ ജയമെടുത്തു കഴിഞ്ഞപ്പോൾ കാണത്തക്ക ചില വിടുതലുകൾ ആ ദേശങ്ങളിൽ സംഭവിച്ചെങ്കിൽ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ നിന്റെ വിഷയത്തെ തോടാൻ കർത്താവിന്റെ കരം വ്യാപരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു കാര്യം മനസ്സിലായി. ഇത്ര വലിയ തീയുടെ ഉടമയാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ എന്റെ ഭവനത്തിന്റെ ആ ഗൃഹപ്രവേശന സമയം പാലുകാച്ചുന്നതിന് പ്രാധാന്യം നൽകിയപ്പോ അല്ലേ, വാസ്തൂലി എന്ന മുക്കോണായി കിടക്കുന്ന ഭൂതദേവനെ പ്രസാദിപ്പിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടഭോജനമായ പാല് കാച്ചി അത് പുറത്തുകൂടെ തൂവി വീണിട്ടു മാത്രമേ വീട്ടിൽ അടുത്ത ഭക്ഷണം പാചകം ചെയ്യാവൂ എന്ന വിധി വാസ്തൂലി ദേവനോട് ബന്ധപ്പെട്ട് വീട്ടിൽ ആചരിച്ചു വരുന്ന ഹൈന്ദവാചാരത്തിന്റെ അന്യദൈവ പൂജയുടെ ഭാഗം എന്ന് ഗ്രഹിക്കുമ്പോ ഈ മഹാദൈവത്തിന്റെ തീയും ഇതും തമ്മിൽ ശത്രുവാണെങ്കിൽ അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണേ എന്ന് പറഞ്ഞ് കരയാൻ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും?
വല്യപ്പൂപ്പൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ച ജ്യോത്സ്യ ഗ്രന്ഥം ഇന്നും നാളെ നോക്കി ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുന്ന ഒരുത്തരിനകത്തുണ്ടെങ്കിൽ ഈ തീയും ഇതും തമ്മിൽ ശത്രുവാണെങ്കിൽ അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് കത്തിച്ചു കളയാൻ എത്ര നമുക്ക് തയ്യാറാകും? ഗ്ലോറി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, അന്ധകാര ശക്തികളെ ജയിക്കാൻ കഴിയുന്ന വിധം ചില കൂടാരങ്ങൾ വിശുദ്ധമാകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചില കൂടാരങ്ങൾ വിശുദ്ധമാകട്ടെ. ഈ ക്ലാസ് ഇന്ന് രാത്രി ഉയരുമ്പോൾ ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. സ്മരണയിൽ ഓടിയെത്തുന്ന ജീവിതത്തിന്റെ ബലഹീനതകളും അറിവില്ലായ്മകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ രക്തത്താൽ ജയം. സ്മരണയിൽ ഓടിയെത്തുന്ന മേഖലകളുടെ മേലൊരു ശുദ്ധീകരണം എനിക്ക് വേണം. ആ കരം ഉയർത്തുകയെന്ന് എഴുന്നേറ്റ് മടിക്കണ്ട. കർത്താവിന്റെ രാത്രി ചില വിഷയങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യട്ടെ. ആ രണ്ട് കരങ്ങൾ കർത്താവെങ്കിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുക. പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്നു, ചില പ്രത്യേക മേഖലകൾ ദൈവാത്മാവത്തോടും ഓ രക്തത്താൽ ജയം. ഗൃഹപ്രവേശനത്തിന് നോക്കിയ രാഹു കേതു സമയം മുതൽ, ഗൗളി ശാസ്ത്രം മുതൽ, ഹസ്തരേഖാ ശാസ്ത്രം മുതൽ അവധിക്ക് പോയപ്പോൾ ദൈവത്തിന് സ്തോത്രം കൈകാട്ടി ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവന്റെ മുൻപിൽ മുഖലക്ഷണം പറയാൻ നിന്നതുവരെയുള്ള എല്ലാ മണ്ഡലങ്ങളും ഈ മഹാദൈവത്തിന്റെ തീയുടെ മുൻപിൽ പാപമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. പാസ്റ്റർ രാജു മേത്രയുടെ കൽപ്പന കൊണ്ട് ഇവിടെ വിടുതൽ സംഭവിക്കില്ല. നിങ്ങളുടെ സമർപ്പണത്തിന് മുൻപിൽ ഇവിടെ വിടുതൽ സംഭവിക്കും. ഇന്ന് രാത്രി ഇങ്ങനെ പ്രതിഷ്ഠിക്കണം, കർത്താവേ ഇനിയും ഈ ഭൂമിയിൽ അവിടുന്ന് എനിക്കൊരു ശ്വാസം തന്നാൽ എന്റെ മരണക്കിടക്ക വരെ അന്യദൈവത്തോട് ബന്ധപ്പെട്ട യാതൊരു അവശിഷ്ടങ്ങൾക്കും ഞാൻ പ്രാധാന്യം കൊടുക്കില്ലെന്ന തീരുമാനമെടുക്കാൻ നിങ്ങളുടെ പ്രതിഷ്ഠയുടെ മുൻപിൽ കരമുയരട്ടെ. രക്തത്താൽ ജയം. സഭായോഗം കളഞ്ഞിട്ട് പോലും പാലുകാച്ചലിന് പോകുന്ന വിശ്വാസിയില്ലേ? ഗ്ലോറി, 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 ഗ്ലോറി. രാത്രി സമർപ്പിക്കപ്പെട്. മഹാദൈവം ആരെന്ന് തിരിച്ചറിയും. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ക്ലാസിന്റെ 5ാം രാത്രിയിൽ നീ ആരാണെന്ന് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ സ്വാധീനം കൊണ്ട് വീണുപോയ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ കരം ഇറങ്ങിപ്പിടിക്കട്ടെ. അന്ധകാര ശക്തികളുടെ ആരാധനയോട് ബന്ധപ്പെട്ട അറിവിന്റെ തലങ്ങളിലെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഈ എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ പുറകിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾ റദ്ദു ചെയ്യുന്നു. നിന്റെ കരങ്ങളിൽ അവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. നാളെ രാത്രി ഇതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയോടെ കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.